ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ വാഗമരങ്ങൾ. ശമ്പളം കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ചയായിരുന്നു അത്. പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി അലക്കും വീട് വൃത്തിയാക്കലും കഴിഞ്ഞ് കുറച്ചൊന്ന് കിടന്നു. ചെറുതായൊന്ന് മയങ്ങി ഉണർന്നു. ഡെയ്സി വീട്ടിലേക്ക് പുറപ്പെട്ടു. വൈകിട്ട് 5 മണി കഴിഞ്ഞിരുന്നു. ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു വെളുത്ത BMW ഒഴുകി വന്നു. അവളുടെ സമീപത്ത് അത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. മനോജ് ജേക്കബ് കുരുവിള. ഡെയ്സി അല്പം പകച്ചു. ഡ്രൈവിംഗ് സീറ്റിലെ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ മനോജിൻ്റെ വെള്ളാരം കണ്ണുകൾ തിളങ്ങി. എങ്ങോട്ടാണ്? ഡെയ്സിക്ക് ആ ചോദ്യത്തിൻ്റെ ലക്ഷ്യം മനസ്സിലായി. എങ്ങോട്ടുമല്ല. മനോജ് എവിടേക്കാണ്? മനോജ് സൗമ്യമായി ചിരിച്ചു. ഞാൻ വെറുതെ ഡെയ്സിയുടെ വീട്ടിലേക്ക്. എന്താ, പോരുന്നോ? ഡെയ്സിയുടെ മുഖം ഇരുണ്ടു. മനോജ് പരിഹസിക്കുന്നത് പോലെ ഡെയ്സിക്ക് തോന്നി. എന്താ, വരുന്നോ? ഇല്ല, അവൾ പറഞ്ഞു. മനോജ് അവളെ മതിപ്പോടെ നോക്കി. അന്നത്തെ പോലെ തന്നെ. അയാൾ സ്റ്റിയറിങ്ങിൽ നടുവിരൽ കൊണ്ട് 2 തവണ താളമടിച്ചു. ഇല്ല എന്ന് ഇത്ര ശക്തിയോടെ പറയുന്ന സ്ത്രീകളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അന്നും ഇന്നും. ഡെയ്സി അയാളെ പതർച്ചയില്ലാതെ നോക്കി. അത് പിന്നെയും പിന്നെയും പറയിക്കുന്ന പുരുഷന്മാരെ ഞാനും കണ്ടിട്ടില്ല വേറെ, ഡെയ്സി പറഞ്ഞു. മനോജ് അവളെ സാഗൂതം നോക്കി. അപ്പോൾ വരുന്നില്ല? ഇല്ല. മനോജിൻ്റെ കണ്ണുകൾക്ക് മുകളിലേക്ക് കാറിൻ്റെ ഇളം കറുപ്പുള്ള ചില്ല് ഉയർന്നു വന്നു. പിന്നെ കാർ പതിയെ പുറത്തേക്ക് ഒഴുകിയിറങ്ങി. ഡെയ്സി ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു. ആദ്യം കണ്ട ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ വളവിലെത്തിയപ്പോൾ അവൾ ഓട്ടോ നിർത്തി പുറത്തിറങ്ങി. പേഴ്സെടുത്ത് പണം എണ്ണുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കണ്ണിലത് പെട്ടത്. വഴിയരികിൽ മുള്ളുവേലിയോട് ചേർത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാർ, മനോജിൻ്റെ കാർ. ഡെയ്സി ആ കാറിലേക്ക് നോക്കി 2 നിമിഷം നിന്നുപോയി. അവളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. താൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനോജ് തൻ്റെ വീട്ടിലിരുന്ന് തന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നത് അവൾ മനസ്സിൽ കണ്ടു. ഡെയ്സി തിരിച്ച് ഓട്ടോയിലേക്ക് തന്നെ കയറി. ഡോക്ടർ വീട്ടിൽ പോകുന്നില്ലേ? ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. ഒരു കാര്യം മറന്നു. ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു സാധനം എടുക്കാനുണ്ട്, ഡെയ്സി പറഞ്ഞു. അവൾ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് തന്നെ പോയി. മുറി തുറന്ന് അകത്ത് കയറിയിരിക്കുമ്പോൾ ഹൃദയം അകാരണമായി പരിഭ്രമിച്ചു. കുറച്ചുനേരം മനോജ് അവിടെ കാത്തിരിക്കുമെന്ന് അവൾക്ക് തോന്നി. കുറച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞ് പോകാം, അവൾ വിചാരിച്ചു. അന്ന് പക്ഷേ ഡെയ്സിക്ക് പോകാൻ കഴിഞ്ഞില്ല. 5-10 മിനിറ്റുകൾക്കുള്ളിൽ ലേഖ വന്നു. ക്വാർട്ടേഴ്സിൻ്റെ ഗേറ്റിൽ പിടിച്ച് അവൾ നിൽക്കുന്നത് കണ്ട് ഡെയ്സി വേഗം പുറത്തേക്ക് വന്നു. ലേഖ, വരൂ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ലേഖ തളർച്ചയോടെ നടന്ന് അകത്തേക്ക് കയറി. എനിക്ക് ഒന്ന് കിടക്കണം ഡോക്ടർ. എന്താ കുട്ടി? ഡെയ്സി വാത്സല്യത്തോടെ ചോദിച്ചു. ലേഖ വേദനയോടെ ഡെയ്സിയെ നോക്കി. ഇന്ന് ഡോക്ടർക്ക് ഓഫല്ലേ? അതെ, പക്ഷേ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകേണ്ടി വരും. ഞാനിന്ന് ഇവിടെ ഉറങ്ങിക്കോട്ടെ? അവൾ യാചിക്കുന്നതുപോലെ ചോദിച്ചു. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഡെയ്സിക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. വീട്ടിൽ അന്വേഷിക്കില്ലേ? എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറയൂ. ഡെയ്സിക്ക് നിരസിക്കാൻ തോന്നിയില്ല. ഡ്രൈവറോട് പുറത്തു വെയിറ്റ് ചെയ്യാനും വീട്ടിൽ പറഞ്ഞേൽപ്പിക്കാനും ലേഖ തന്നെയാണ് ഏർപ്പാട് ചെയ്തത്. എന്താണ് ലേഖയ്ക്ക് കഴിക്കാൻ വേണ്ടത്? അവൾ തിരിച്ചു വന്നപ്പോൾ ഡെയ്സി ചോദിച്ചു. ഡോക്ടർ കഴിക്കുന്നത്. ഡെയ്സി അവർക്ക് വേണ്ടി ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി. ലേഖ അവളെ സഹായിച്ചു. അവർ അടുക്കളയിലും പിന്നീട് സ്വീകരണ മുറിയിലും ചെന്നിരുന്ന് സംസാരിച്ചു. രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഡെയ്സി അവൾക്ക് കിടക്കാൻ മുറിയൊരുക്കി. കിടക്കാൻ തുടങ്ങിയിട്ട് ലേഖ പിന്നാലെ വന്നു. ഡോക്ടർ, വരൂ, എനിക്ക് സംസാരിക്കണം. ഡെയ്സി അവൾക്കരികിൽ സോഫയിലിരുന്നു. ഞാൻ ആരെയാണ് കൊന്നതെന്ന് ഡോക്ടർ ചോദിക്കാത്തതെന്താ? ഡെയ്സി കൈനീട്ടി ലേഖയുടെ ഇടത് കൈയിൽ പിടിച്ചു. ലേഖയ്ക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. പക്ഷേ ഞാൻ കൊന്നു, ലേഖ പറഞ്ഞു. എന്നെ തന്നെ. ഡെയ്സി അമ്പരപ്പോടെ നോക്കി. ഡെയ്സി അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നോക്കൂ, നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കി സമാധാനിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ലേഖയ്ക്ക് അതറിയില്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ ലേഖ എത്ര ഭാഗ്യവതിയാണ്. സമ്പത്ത്, സൗന്ദര്യം, വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള ഭർത്താവ്, കുടുംബമഹിമ. ഡെയ്സി വളരെ സൗമ്യമായി പറഞ്ഞു. ഡോക്ടർ, ഇതെല്ലാം തിരിച്ചെടുത്തോളൂ. എനിക്ക് എൻ്റെ ഉറക്കം മാത്രം മതി, ലേഖ പറഞ്ഞു. നീ എൻ്റെ ജാസ്മിനെ പോലെയാണ്, പിടിവാശിക്കാരി. ഡെയ്സി ചിരിച്ചു. ഡോക്ടറോട് ചാക്കോച്ചൻ പറഞ്ഞു കാണും എനിക്ക് സ്കിസോഫ്രീനിയ ആണെന്ന്, അല്ലേ? ഡെയ്സി അല്പം അമ്പരന്നു. എനിക്കറിയാം, അയാൾ അത് പറയും. ലേഖയുടെ മുഖം കടുത്തു. ഡോക്ടർ, മനസ്സിലാക്കിക്കോളൂ, എനിക്ക് സ്കിസോഫ്രീനിയ ഇല്ല. കൊന്നെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. കൊന്നത് തന്നെയാണ്, എന്നെ തന്നെ. ഈ കാണുന്ന ഞാൻ ഒരു കൂട് മാത്രമാണ്. പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഏത് സ്ത്രീക്കും അത് ചെയ്യേണ്ടി വരും.
അവൾ പെട്ടെന്ന് ഡെയ്സിയുടെ കൈ പിടിച്ചു. എൻ്റെ ഭർത്താവ് ആരാണെന്നാണ് ഡോക്ടറുടെ വിചാരം? ഡെയ്സി അമ്പരപ്പോടെ നോക്കി. രാത്രി വൈകിയിരുന്നു. പുറത്തുനിന്ന് മഞ്ഞുകാറ്റ് അകത്തേക്ക് വീശി. ഉറങ്ങണ്ടേ? ഡെയ്സി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. ലേഖ അവളെ ഉറ്റുനോക്കി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി. ബീബാത്തുമ്മ എന്ന സ്ത്രീയെ കൊന്നത് ആരാണെന്നാണ് ഡോക്ടറുടെ വിചാരം? ലേഖയുടെ കൈപ്പത്തിയിൽ പിടിച്ചിരുന്ന ഡെയ്സിയുടെ കൈ തണുത്തുപോയി. ഒരു മരവിപ്പ്, കോരിത്തരിപ്പ് അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞു. വൈദ്യുതി പോലെയൊരു അനുഭവം, ഒരു തരം മരണവെപ്രാളം. പിറ്റേന്ന് ലേഖ പോയി കഴിഞ്ഞിട്ടും ഡെയ്സിക്ക് ആ വെപ്രാളം മാറിയില്ല. പിറ്റേന്ന് ലേഖ യാത്രയായി കഴിഞ്ഞ് ഡെയ്സി തിടുക്കത്തിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ലീവ് എഴുതി കൊടുത്തു. ഡോക്ടർ എവിടേക്കാണ്? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഒരത്യാവശ്യമുണ്ട്. CMO ചോദിച്ചാൽ? ഡെയ്സിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. അവൾക്ക് അതറിയില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴും ബസ് സ്റ്റാൻഡിലെത്തുമ്പോഴും അവൾക്ക് അതറിയില്ലായിരുന്നു. എങ്കിലും ഡെയ്സി ഒരു ബസ്സിൽ കയറി. ഒരു സൂപ്പർഫാസ്റ്റിൽ. എറണാകുളം ബസ്. അധ്യായം 22. ആശുപത്രിയുടെ വിസിറ്റിംഗ് ലോഞ്ചിൽ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു ഡെയ്സിക്ക്. അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുകയായിരുന്നു. ഉള്ളിലടക്കിയ രഹസ്യത്തിൻ്റെ പെരുമ്പറ. ജയദേവൻ എന്തു പറയും? ഈ കിടപ്പിൽ ജയദേവന് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം അവളെ ചെറുതായി സങ്കടപ്പെടുത്തുകയും ചെയ്തു. ഏറെ കഴിഞ്ഞപ്പോൾ ജയദേവൻ്റെ ചേട്ടൻ ഇറങ്ങി വന്നു. ഡോക്ടർ എന്താ ഇവിടെ? ഡെയ്സി സ്വന്തം മുഖത്തെ ജാള്യത മറയ്ക്കാൻ പാടുപെട്ടു. ഇവിടെ വരെ വരേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. ജയദേവനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഡോക്ടർ വരൂ. ഹരി ഒന്നും മിണ്ടാതെ ഇടനാഴിയിലൂടെ നടന്നു. ക്യാൻറ്റീനിലാണ് അവരെത്തിയത്. ചായ പറയട്ടെ? കഴിക്കാൻ മറ്റെന്തെങ്കിലും? വേണ്ട. ഹരി ചായയ്ക്ക് ഓർഡർ നൽകി നിശബ്ദനായിരുന്നു. ഡെയ്സിക്ക് ആ നിശബ്ദതയിൽ വല്ലായ്മ തോന്നി. ജയദേവനെ കാണാൻ എന്തെങ്കിലും തടസ്സം? അവൾ ചോദിച്ചു. ഹരി കണ്ണടയെടുത്ത് കണ്ണു തിരുമ്മി. ഡോക്ടർ ഇതിനായിട്ട് വന്നതാണോ? അല്ലല്ലോ. അയാൾ വിഷമത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ വരെ വന്ന് അവൻ്റെ വിവരം അന്വേഷിക്കാൻ തോന്നിയത് ഡോക്ടറുടെ നല്ല മനസ്സ്. പക്ഷേ ഡെയ്സിയുടെ മുഖം മങ്ങി. ഇന്ന് കാണണ്ട ഡോക്ടർ. അവൾക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. ഇന്ന് അവൻ്റെ മൂഡ് തീരെ ശരിയല്ല. ഞാൻ വന്നുവെന്ന് ജയദേവനോട് പറഞ്ഞില്ലേ? ഹരിയുടെ മുഖത്ത് ഗ്ലാനി പ്രകടമായി. ഇല്ല, ഇന്നിനി അവനോട് ഒന്നും പറയാൻ വയ്യ. എന്തുപറ്റി? ഡെയ്സി ഉത്കണ്ഠയോടെ ചോദിച്ചു. ഹരി ഒന്നും പറഞ്ഞില്ല. നിശബ്ദതയ്ക്ക് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. ചായ വന്നു. അവർ രണ്ടുപേരും പതിയെ ചായ കുടിച്ചു. ജയദേവൻ്റെ ഭാര്യ? പെട്ടെന്ന് ഡെയ്സി ചോദിച്ചു. ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അവരുണ്ടോ ഇവിടെ? ഹരി പൊള്ളലേറ്റതുപോലെ ഡെയ്സിയെ നോക്കി. എന്തോ പറയാൻ തുടങ്ങി. അത് വേണ്ടെന്ന് വെച്ച് ഹരി ചിരിക്കാൻ ശ്രമിച്ചു. ഇല്ല, അവർ ഇവിടെയില്ല. ഡെയ്സിക്ക് പിന്നീടൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഡോക്ടർക്ക് പോകാൻ വണ്ടി അയച്ചു തരാൻ ഞാൻ. പെട്ടെന്ന് ഹരി പറഞ്ഞു. വേണ്ട, ഞാൻ പോയിക്കോളാം. പുറത്തേക്ക് നടക്കുമ്പോൾ ഡെയ്സിക്ക് വല്ലാത്ത മനസ്സംഘർഷം തോന്നി. അപമാനിക്കപ്പെട്ടതുപോലെ ഒരു തോന്നൽ. വരേണ്ടിയിരുന്നില്ല അവൾ വിചാരിച്ചു. തിരികെ പോകും വഴി പള്ളിയിൽ അവൾ ഇറങ്ങി. ഫാദർ ഫ്രാൻസിസിനെ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. വിവരമറിഞ്ഞപ്പോൾ ഫാദർ ഫ്രാൻസിസ് നെഞ്ചത്ത് കൈവച്ചു പോയി. തമ്പുരാനെ, എന്നതാ കൊച്ചേ നീ ഈ പറയുന്നത്? ബീബാത്തുമ്മയുടെ മരണത്തെക്കുറിച്ച് ഇത് വലിയൊരു സംഗതിയാണല്ലോ. ഡെയ്സി സങ്കടത്തോടെ നിന്നതേയുള്ളൂ. നിസ്സാര കാര്യമല്ല. അതിനു പിന്നിൽ ഇവിടെയുള്ള വേറൊരാൾക്കു കൂടി പങ്കുണ്ടെന്ന് വെച്ചാൽ, അതും ചാക്കോച്ചനെ പോലെ ഒരാൾ. നീ വേറെ ആരോടെങ്കിലും ഇക്കാര്യം പറഞ്ഞോ? ഇല്ല, അവൾ പറഞ്ഞു. എങ്ങനെ പറയും ഫാദർ? ഒന്നാമത് ഒരു രോഗി വിശ്വസിച്ച് പറഞ്ഞ കാര്യം. രണ്ടാമത്തേത് ഇതാരോട് പറയും? ഒരിക്കൽ ഞാൻ കൂടി ഉൾപ്പെട്ട സംഭവമല്ലേ. പോലീസിനെയാണോ കോടതിയെയാണോ ആരെയെ വിശ്വസിക്കാൻ പറ്റുന്നത്? ആരോടാണ് ഒന്ന് തുറന്നു പറയാൻ പറ്റുന്നത്? ഫാദറിൻ്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. അതും ശരിയാ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ല. ജയദേവൻ കിടപ്പായി പോയില്ലേ? അല്ലെങ്കിൽ? ഡെയ്സി പറഞ്ഞു. ഫാദർ അതേപ്പറ്റി ഗൗരവത്തോടെ ആലോചിച്ചു. നീയൊരു കാര്യം ചെയ്യേ ഡെയ്സി. ജയദേവനെ ചെന്ന് കണ്ട് ഇതൊന്ന് സംസാരിച്ചു നോക്ക്. അല്ല, സുഖമില്ലാതെ കിടക്കുവല്ലേ. ഒന്ന് അന്വേഷിക്കുന്നതിന് തകരാറില്ല. ഡെയ്സിയുടെ മുഖം മങ്ങി. ഞാൻ പോയി വരുന്ന വഴിയാണ്. കാണാൻ പറ്റിയില്ല. ഫാദറിൻ്റെ മുഖത്ത് വല്ലായ്മ പരന്നു. 50 നോമ്പ് തുടങ്ങാൻ പോവുമല്ലേ ഡെയ്സി. എനിക്ക് ഈ നേരത്ത് ഇവിടുന്ന് വിട്ടുനിൽക്കാൻ പറ്റുകയില്ല. തന്നെയുമല്ല, കണ്ണിൻ്റെ മൂടല്. കുറച്ചു ദിവസം മരുന്നൊഴിച്ച് വിശ്രമിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. നീയൊരു കാര്യം ചെയ്യ്. അയാളുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ഒന്ന് വിളിച്ചു നോക്കുകയെങ്കിലും ചെയ്യ്. അവരുടെ പത്രം ഓഫീസിൽ അന്വേഷിച്ചാൽ നമ്പർ കിട്ടും.
ഫാദറുമായി യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഡെയ്സിയുടെ ഹൃദയം മിടിച്ചു. അവൾക്ക് ജയദേവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൻ്റെ മറുപകുതിയിൽ ഒരിക്കലും കാണരുതേ എന്നും തോന്നി. ആശുപത്രിയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അവളുടെ മനസ്സ് കലുഷമായിരുന്നു. ഒരു വല്ലാത്ത മൂകത, ഒരു മരം പാടെ ഉണങ്ങി ഇല കൊഴിഞ്ഞതുപോലെ. പക്ഷേ ലേഖ പറഞ്ഞ കാര്യങ്ങൾ ജയദേവനെ അറിയിക്കേണ്ടതല്ലേ? അക്കാര്യത്തിൽ അലംഭാവവും അമാന്തവും കാണിച്ചാൽ പ്രശ്നങ്ങൾ രൂക്ഷമാവില്ലേ? ഡെയ്സിയുടെ മുറിക്ക് മുന്നിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അവൾ മുറിയിലെത്തി ഇരിക്കേണ്ട താമസം. ഡോക്ടർ കുരുവിള ജേക്കബ് ഓടി വന്നു. ഡെയ്സി ഇതെവിടെയായിരുന്നു? നേരം എത്രയായി? ആളുകൾ കാത്തിരിക്കുന്നു. ഡെയ്സി അയാളെ അക്ഷോഭ്യയായി നോക്കി. ഞാനൊന്ന് പള്ളിയിൽ പോയി. കുരുവിളയുടെ മുഖത്ത് അസംതൃപ്തി പ്രത്യക്ഷപ്പെട്ടു. ഓ, ഇന്നിപ്പം അത്യാവശ്യമായിട്ട് പള്ളിയിൽ പോകാൻ എന്നാ? ഇവിടെ രോഗികൾ വരുന്നത് പ്രധാനമായിട്ടും ഡോക്ടറെ കാണാനാ. ഡോക്ടറും കൂടെ സ്ഥലത്തില്ലെങ്കിൽ കാര്യങ്ങളെങ്ങനാ? ഡെയ്സി ചിരിച്ചു. ഞാൻ സ്ഥലത്തുണ്ടല്ലോ. എൻ്റെ ഡ്യൂട്ടി ടൈം തുടങ്ങാൻ ഇനിയും അരമണിക്കൂറുണ്ട്. അല്ല, കാശ് മുടക്കുന്നവർക്ക് ചങ്കിനകത്ത് ഒരാന്തല എപ്പോഴും. ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. ഡെയ്സി അതിന് മറുപടി പറഞ്ഞില്ല. പിന്നൊരു കാര്യം, ഡോക്ടർ പള്ളിയും ദയാവായ്പും കൊണ്ട് നടക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ഫ്രീ കൊടുക്കുന്നതൊന്ന് കുറച്ചേക്കണം. ഇല്ലേൽ ശമ്പളത്തിൽ പിന്നൊന്നും കാണത്തില്ല. അല്ല, ഡോക്ടർക്കും കുടുംബവും ആവശ്യങ്ങളും ഉള്ളതല്ലയോ? എന്നാൽ പിന്നെ ഞാനെൻ്റെ ജോലി തുടങ്ങാം. ഡെയ്സി പതിയെ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ കുരുവിള ജേക്കബ് മനസ്സില്ല മനസ്സോടെ പുറത്തേക്ക് നടന്നു. രോഗികളുടെ തിരക്ക് കൂടി വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നല്ല ശതമാനവും താലൂക്ക് ആശുപത്രിയിലെ പഴയ രോഗികളോ അവരുടെ പരിചയക്കാരോ ആണെന്നതും. പലരും ഡെയ്സി ഡോക്ടറെ തേടി വരുന്നത് സൗജന്യങ്ങൾക്ക് വേണ്ടിയാണ്. സർക്കാർ ആശുപത്രിയിൽ പോകാൻ തന്നെ നിവൃത്തിയില്ലാത്തവർ സ്വകാര്യ ആശുപത്രിയിൽ 75 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് ചീട്ടെടുക്കുന്നത് കാണുമ്പോൾ ഡെയ്സിക്ക് കുറ്റബോധം തോന്നും. കഴിയുന്നത്ര സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതനുസരിച്ച് ആവശ്യക്കാരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നു. രോഗികൾ ഓരോരുത്തരായി വന്നു തുടങ്ങി. 4-മത്തെയോ 5-മത്തെയോ ആൾ പോയി കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ ക്ലാര വന്നത്. ഡോക്ടറുടെ സിസ്റ്റർക്ക് എന്താ അസുഖം? ഡെയ്സി അല്പം അമ്പരന്നു. ഒടുവിൽ പരിശോധിച്ച കുര്യൻ എന്ന രോഗിയുടെ കേസ് ഷീറ്റിൽ ഒപ്പുവെക്കുകയായിരുന്ന ഡെയ്സി പെട്ടെന്ന് മുഖമുയർത്തി. എൻ്റെ സിസ്റ്ററിനോ? എന്താ അസുഖം? അല്ല, റിസപ്ഷനിൽ വന്ന് ചീട്ടെടുക്കുന്നത് കണ്ടു. ക്ലാരയ്ക്ക് തോന്നിയതാകും. എൻ്റെ സിസ്റ്റർ ആകില്ല. ജാസ്മിനെ എനിക്കറിഞ്ഞൂടെ? ഞങ്ങളൊന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഡെയ്സി ഇപ്പോൾ ശരിക്കും അമ്പരന്നുപോയി. ജാസ്മിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാതിരിക്കുമോ? ഡെയ്സി ആരോടെന്നില്ലാതെ അമ്പരന്നു. അതെനിക്കറിഞ്ഞുകൂടാ. ജാസ്മിനും ഭർത്താവും തന്നെയാ മുകളിലേക്ക് കയറിപ്പോയത്. ഗൈനക്കോളജി വാർഡിലോട്ടാ പോയത്. ഓ, ഡെയ്സിക്ക് സമാധാനം തോന്നി. ഗർഭകാല പരിശോധനയ്ക്കായി എത്തിയതാണ്. ക്ലാര അവരെ കണ്ടാൽ ഞാൻ അല്പം തിരക്കിലാണെന്ന് പറയൂ. കാണാതെ പോകരുതെന്നും. ഡെയ്സി വീണ്ടും തിരക്കിൽ മുഴുകി. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. അവൾ ഫ്രീ ആയപ്പോൾ എഴുന്നേൽക്കും മുൻപ് ലേഖയുടെ ഫോൺ വന്നു. തിരക്കിലാണോ? അല്ല. എന്താ കുട്ടി, സുഖമാണോ? ഡെയ്സി ചോദിച്ചു. അതെ, ഞാനിന്നലെ നന്നായി ഉറങ്ങി. ഡോക്ടർക്ക് നന്ദി. ഡെയ്സിയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞ ഒരു ചിരിയുണ്ടായി. നീ ഉറങ്ങി. പക്ഷേ അതിനുവേണ്ടി നീ എൻ്റെ ഉറക്കം പാടെ കെടുത്തിക്കളഞ്ഞല്ലോ. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് ഡെയ്സി എഴുന്നേറ്റു. അപ്പോഴാണ് ക്ലാര വീണ്ടും ചില കടലാസുകളുമായി വന്നത്. ജാസ്മിന് MTP ആണ് അല്ലേ ഡോക്ടർ? ഡെയ്സി പകച്ചിരുന്നു പോയി. MTPയോ? അതെ, നാളെ രാവിലെ 9 മണിക്ക് ഫിക്സ് ചെയ്തെന്ന് ഗൈനക്കിലെ ഷീല പറഞ്ഞല്ലോ. ഡെയ്സിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെറുവിരലിൽ നിന്ന് ഒരു തണുപ്പ് പാഞ്ഞു കയറി. MTP, അതായത് അബോർഷൻ. ജാസ്മിൻ ഗർഭം മലസിപ്പിക്കാൻ പോകുന്നു. എന്തിന്? ഡെയ്സിയുടെ മനസ്സിൽ ഒരാന്തലുണ്ടായി. അവൾ വേഗം പാഞ്ഞ് പുറത്തു വന്നു. ഗൈനക് വാർഡിലെത്തിയപ്പോഴേക്കും പക്ഷേ ജാസ്മിൻ പോയി കഴിഞ്ഞിരുന്നു. ഡെയ്സിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീസസ്, അവൾക്ക് വല്ല കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമോ? ആദ്യത്തെ ഗർഭം മലസിപ്പിക്കാൻ തക്കവിധം എന്തെങ്കിലും തകരാറ്, വൈകല്യം? അവൾ ഗൈനക്കോളജിയിലെ ഡോക്ടർ ഗീതയെ കാണാൻ അവരുടെ മുറിയിലേക്ക് ചെന്നു. ഏയ്, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. വയറ്റിലെ കുഞ്ഞും നോർമലാണ്. അവർക്ക് നിർബന്ധം. പിന്നെ മനോജ് സാറ് പറയുമ്പോൾ ഡോക്ടർ ഗീത പറഞ്ഞു. മനോജ്? ഡെയ്സി അമ്പരന്നു. അതെ, അദ്ദേഹം എന്നോട് ഫോൺ ചെയ്തു പറഞ്ഞു. ഡെയ്സിയുടെ സിസ്റ്ററാണ് MTP ചെയ്യണമെന്ന്. അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഡെയ്സിയുടെ മുഖം ചുവക്കുകയും ഇരുളുകയും ചെയ്തു. അവളുടെ ഹൃദയം ഇടികുടുങ്ങുന്നതുപോലെ മിടിച്ചു. എന്തൊക്കെയോ ദുരന്തങ്ങൾ തന്നെ ചൂഴ്ന്നു വരുന്നതുപോലെ. കുടുംബത്തിലെ ആദ്യ കുഞ്ഞ്, അതിനെ കൊല്ലാൻ പോകുന്നു. അതിന് മനോജിൻ്റെ ഒത്താശയും. ഡെയ്സിക്ക് എന്തൊക്കെയോ കല്ലുകടികൾ എവിടെയൊക്കെയോ തോന്നി. ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഡെയ്സി നേരെ വീട്ടിലേക്ക് ചെന്നു.
അവിടെ വിചാരിച്ചതുപോലെ ജാസ്മിനും അലക്സും ഉണ്ടായിരുന്നു. ഡെയ്സിയെ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മൂകത നിറഞ്ഞു. നീ എന്താ അബോർഷൻ ചെയ്യാൻ പോകുന്നോ? പ്രത്യേകിച്ച് മുഖവരിയില്ലാതെ ഡെയ്സി ചോദിച്ചു. ജാസ്മിൻ ഒന്നും മിണ്ടിയില്ല. അലക്സ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആലോചിച്ചിട്ടാണോ ഇതിനൊക്കെ പുറപ്പെടുന്നത്? ഡെയ്സിയുടെ സ്വരം ഇടറി. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തോളും, നീ എന്തിനാ ഇടപെടുന്നത്? വാതിൽക്കൽ ചാരി നിന്ന ത്രേസ്യാമ്മ മുഖം കനപ്പിച്ചു. ഓഹോ, അമ്മച്ചിയുടെ ഒത്താശയുണ്ടോ? നന്നായി. ആ കൊച്ചിന് വളർച്ച കുറവാ. പെട്ടെന്ന് ത്രേസ്യാമ്മ പറഞ്ഞു. വെറുതെ കള്ളം പറയില്ലേ അമ്മച്ചി, ദൈവദോഷം കിട്ടും. ഡെയ്സി ശോഭിച്ചു. ഒന്നുമില്ലെങ്കിൽ സത്യക്രിസ്ത്യാനികളാണെന്ന് ഓർക്കണം ഈ പാപത്തിനൊക്കെ പുറപ്പെടുമ്പോൾ. ചേച്ചി കൂടുതലൊന്നും പറയണ്ട. ജാസ്മിൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ചേച്ചിയുടെ കണ്ണിൽ എന്താ പാപമല്ലാത്തത്? അവനോൻ ചെയ്യുന്നതൊക്കെ ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ പാപം. അവൾ പല്ലുകടിച്ചു. എൻ്റെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് എൻ്റെ ഭർത്താവും അങ്ങേരുടെ വീട്ടുകാരും തീരുമാനിച്ചോളും. ഡെയ്സി അവളെ വേദനയോടെ നോക്കി. ജാസി, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് നിന്റെ ആദ്യത്തെ കുഞ്ഞല്ലേ? 4-ാം മാസത്തിൽ ഇതിനെ വേണ്ടെന്ന് വെച്ചാൽ? ഡെയ്സിയുടെ സ്വരമിടറി. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായില്ലെങ്കിലോ? ഇല്ലെങ്കിൽ അത്രയും നല്ലത്. ജാസ്മിൻ കണ്ണീരോടെ ഡെയ്സിയുടെ നേരെ ചാടി. എൻ്റെ വയറ്റിൽ ജനിച്ച് ആ കൊച്ചിനും കൂടെ പാപമുണ്ടാകണ്ട. അവൾ കണ്ണീര് തുടച്ച് കോപമടക്കി ഡെയ്സിയെ നോക്കി. ഉപദേശിക്കാൻ വന്നതായിരുന്നോ ഡെയ്സി ഡോക്ടർ? ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്ക് പാലിക്കാമായിരുന്നല്ലോ. അപ്പോഴീ കൊച്ച് എൻ്റെ വയറ്റിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയേനെ. അവൾ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നിങ്ങൾ വാ, നമുക്ക് പോകാം. സ്വസ്ഥമായിട്ട് ഇവിടെ കുറച്ചുനേരം ഇരിക്കാമെന്ന് വെച്ച് വന്നതാ. അപ്പോഴാ അവളാകെ മനസ്സരിഞ്ഞ് നിൽക്കുക. അപ്പോഴാ നിന്റെ കുറ്റപ്പെടുത്തല്. ത്രേസ്യാമ്മ ഇഷ്ടക്കേടോടെ പറഞ്ഞു. എന്നാലും അമ്മച്ചി. എന്നാ പിന്നെ നീ പറഞ്ഞ പോലെ കാശെടുത്ത് കൊടുക്ക്. എടി, സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കേറിയെങ്കിലേ വീട്ടിൽ പെമ്പിള്ളേർക്ക് വിലയുണ്ടാവൂ. എന്നാലേ വിലയുള്ളൂ എന്ന് പെമ്പിള്ളേരും അമ്മച്ചിമാരും പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെയേ വരൂ. ഡെയ്സിയും ശോഭിച്ചു. അവൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവൾ സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ അവൾക്ക് വിലയില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. ഡെയ്സിയും പോകാനിറങ്ങി. നീ എന്താ പോകാനിറങ്ങുവാണോ? തുള്ളി വെള്ളം കുടിച്ചേച്ചു പോ, ത്രേസ്യാമ്മ പറഞ്ഞു. വേണ്ട, നിറഞ്ഞു. അവൾ പുറത്തേക്ക് വേഗം നടന്നു. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. നിറഞ്ഞിരുന്നു കണ്ണുകൾ. വൈകിട്ട് ഹോസ്പിറ്റലിൽ OP കഴിഞ്ഞ് ഡെയ്സി ക്വാർട്ടേഴ്സിലേക്ക് നടക്കുമ്പോൾ മനോജിൻ്റെ കാർ അരികിൽ വന്ന് നിന്നു. മുൻസീറ്റിൽ മനോജിൻ്റെ കൂടെ ഒരു 4 വയസ്സുകാരിയും ഉണ്ടായിരുന്നു. ഗ്ലാസ് താഴ്ത്തി മനോജ് ചിരിച്ചു. ജാസ്മിനും അലക്സും വന്നിരുന്നോ? ഡെയ്സി കണ്ടിരുന്നോ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. അവർക്ക് ആ കുട്ടി വേണ്ടെന്നാണ്. അപ്പോഴും ഡെയ്സി നിശബ്ദത പാലിച്ചു. അതാണ് നല്ലത്. പിള്ളേരല്ലേ, ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴേ കയറി തന്തയും തള്ളയുമായാൽ അല്ലേ? ഡെയ്സി മൗനം പാലിച്ചു. ആണെന്നോ അല്ലെന്നോ? ഡെയ്സി അയാളെ തറപ്പിച്ചു നോക്കി. മനോജിന് വാസ്തവത്തിൽ ഇതിലെന്താണ് താല്പര്യം? അവൾ ചോദിച്ചു. സ്വരം ലേശം കടുത്തിരുന്നു. മനോജ് അവളെ സാവകാശം നോക്കി. കണ്ണടയൂരി കണ്ണുകൾ തുടച്ച് വീണ്ടും ഡെയ്സിയെ നോക്കി. അയാളുടെ വെള്ളാരം കണ്ണുകൾ ഇരയുടെ മേൽ ചാടി വീഴാൻ തുടങ്ങുന്ന പൂച്ചയുടേതുപോലെ വല്ലാതെ തിളങ്ങി. ഡെയ്സിക്ക് അസ്വസ്ഥതയും അകൽച്ചയും തോന്നി. എനിക്കോ താല്പര്യമോ? മനോജ് പതിയെ ചിരിച്ചു. പപ്പ. മുൻസീറ്റിലിരുന്ന കുട്ടി ചിണുങ്ങി. ഡെയ്സി എത്തി നോക്കി. മനോജ് അവളുടെ നോട്ടം പിന്തുടർന്നു. എൻ്റെ മകളാണ്. മനസ്സിലായി. ഡെയ്സി കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു. എന്താ മോളുടെ പേര്? അവൾ ചോദിച്ചു. കുട്ടി ഒരു പാവയെ വെച്ച് കളിക്കുകയായിരുന്നു. അവൾ ഒന്നും പറഞ്ഞില്ല. മനോജ് ഇടംകൈ നീട്ടി കുട്ടിയുടെ തലമുടി ഒന്ന് മാടിയൊതുക്കി. ഗർഭത്തിൽ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പേരുകൾ ഓർത്തു തുടങ്ങി. അവസാനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരിട്ടു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. മോളെ, ആൻറ്റിക്ക് നിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. കുട്ടി പപ്പയുടെ ചുമലിലേക്ക് പതിയെ തല ചായ്ച്ചു. എന്നിട്ട് ഡെയ്സിയെ നോക്കി ലേശം നാണത്തോടെ പറഞ്ഞു, ഡെയ്സി. ഡെയ്സിയുടെ മുഖം ചുവന്നു. അവൾക്ക് തക്കതായ ശിക്ഷ കൊടുത്ത ഭാവമുണ്ടായിരുന്നു മനോജിൻ്റെ മുഖത്ത്. അയാൾ മനസ്സ് തുറന്നു ചിരിച്ചു. കാറോടിച്ച് പോകുകയും ചെയ്തു. രാത്രിയിൽ ഡെയ്സി കുറേ നേരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. മനസ്സിൽ ഒരുപാട് രംഗങ്ങൾ, ചിത്രങ്ങൾ തെളിയുകയും മായുകയും ചെയ്തു. ജീസസ്, നീ തന്നെ ഒരു വഴി കാണിച്ചു തരൂ. പേടിപ്പിക്കുന്ന വെള്ളാരം കണ്ണുകൾ തലച്ചോറിൽ തിളങ്ങി. ഒരു വശത്ത് ജാസ്മിൻ, മറുവശത്ത് ലേഖ, ഇനിയൊരു വശത്ത് മരിച്ചുപോയ ബീബാത്തുമ്മയുടെ മുഖം. ജയദേവനെക്കുറിച്ച് മാത്രം അവൾ ചിന്തിച്ചില്ല. എന്തുകൊണ്ടോ ആ മുഖം ഓർമ്മ വന്നില്ല. മയങ്ങാൻ തുടങ്ങുമ്പോൾ ഫോൺ ബെല്ലടിച്ചു. ഡോക്ടർ, ഞാൻ ജയദേവൻ്റെ ചേട്ടനാണ്, എറണാകുളത്ത് നിന്ന്. എന്തുപറ്റി ഈ രാത്രിയിൽ? ഡെയ്സി ചാടി എഴുന്നേറ്റു. ഒന്നുമില്ല, ഞാൻ അനിയൻ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കാം. ഹലോ ഡെയ്സി.
പകൽ 2 തവണ വിളിച്ചിരുന്നു മാപ്പ് പറയാൻ. അപ്പുറത്ത് ജയദേവന്റെ സ്വരം കേട്ടു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. ഉടനെ യാത്ര ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നേരിട്ട് വന്നേനെ. അയാളുടെ സ്വരം ശാന്തമായിരുന്നു. ഡെയ്സിക്ക് തിരക്കായിരിക്കുമെന്നറിയാം, എന്നാലും ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ജയദേവൻ പറഞ്ഞു, ഞായറാഴ്ച ഞാൻ വണ്ടി അയച്ചു തരട്ടെ? ഡെയ്സിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്പർ തരൂ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, നാളെയോ മറ്റോ, ഡെയ്സി പറഞ്ഞു. നമ്പർ കുറിച്ചെടുത്ത് ഫോൺ വെച്ച് അവൾ വീണ്ടും ഉറങ്ങാൻ കിടന്നു. പുറത്ത് ഒരു പാതിരാക്കുയിൽ അസ്വസ്ഥതയോടെ കൂവുന്നുണ്ടായിരുന്നു. അവൾക്ക് ജയദേവനെ ഓർമ്മ വന്നു. ഓർക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മകൾ പടിക്കെട്ടുകൾ ഇറങ്ങി ഇരമ്പി ഇരമ്പി വന്നുകൊണ്ടിരുന്നു, ചടപട ശബ്ദത്തോടെ. അധ്യായം 23. ഞായറാഴ്ച രാവിലെ ജയദേവൻ അയച്ച കാർ എത്തി. ഡെയ്സി പോകണോ വേണ്ടയോ എന്ന സന്ദേഹത്തിലായിരുന്നു. ഏതായാലും പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. തൃക്കാക്കരയിൽ ഹരികൃഷ്ണന്റെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് ലേശം അധൈര്യവും തോന്നി. വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. വരണ്ടായിരുന്നു. ഫോണിൽ വിശദമായി സംസാരിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ദിവസങ്ങൾക്ക് ശേഷം ജയദേവനെ അഭിമുഖീകരിക്കുന്നത് ഓർത്തപ്പോഴും അവൾക്ക് വല്ലായ്മ തോന്നി. ഉണങ്ങിത്തുടങ്ങിയ ഒരു വ്രണം കുത്തിപ്പൊട്ടിക്കുന്നത് പോലെയാണിതെന്ന് ആരോ മനസ്സിലിരുന്ന മുന്നറിയിപ്പ് നൽകി. കാർ പോർച്ചിൽ നിന്നതും ഹരി വന്ന് സ്വീകരിച്ചു. ഡോക്ടർക്ക് ബുദ്ധിമുട്ടായി അല്ലേ? അയാൾ ഗൗരവം കലർന്ന സൗഹൃദത്തിൽ അന്വേഷിച്ചു. ഡെയ്സി ചിരിച്ചതേയുള്ളൂ. മൃദു, ഹരി അകത്തേക്ക് നോക്കി വിളിച്ചു. ഡോക്ടർ ഡെയ്സി വന്നിട്ടുണ്ട്. അയാൾ വീണ്ടും ഡെയ്സിയുടെ നേരെ തിരിഞ്ഞു. ഡോക്ടർ വരൂ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഹരിയുടെ പിന്നാലെ ഡെയ്സി സ്വീകരണ മുറിയിലേക്ക് കയറി. സോഫയിൽ 3 പുരുഷന്മാർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ എത്തി. ഇതാണ് ഡോക്ടർ ഡെയ്സി. ഡെയ്സി അമ്പരപ്പോടെ നോക്കി. 40-നും 50-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു 3 പേരും. ഇത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാമചന്ദ്രൻ. ഇത് എൻ്റെ ചെറിയമ്മാവൻ, കേരളവർമ്മയിൽ പ്രൊഫസറാണ്. ഇത് ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ഫിലിപ്പ് സാർ, എഞ്ചിനീയറാണ്. രാജിയുടെ പ്രൊപ്പോസൽ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഡെയ്സി അമ്പരപ്പോടെ എല്ലാവരെയും മാറി മാറി നോക്കി. ഡോക്ടർ ഇരിക്കൂ, ഹരി പറഞ്ഞു. ഡെയ്സി അമ്പരപ്പോടെ തന്നെ ഒരു സിംഗിൾ സോഫയിലിരുന്നു. ഡോക്ടർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനിവരെ അറിയിച്ചതാണ്. അനിയൻ കുഞ്ഞ് ഈ വിവരം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ല. മുകളിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അത് പറയുകയും വേണ്ട. ഹരിയും അടുത്തൊരു സോഫയിലിരുന്നു. അനിയൻ കുഞ്ഞ് അറിഞ്ഞാൽ അത് മതി. പിന്നെ എന്തായിരിക്കും ബഹളം? കേസ് കൊടുക്കുന്ന വിവരം പറഞ്ഞപ്പോൾ തന്നെ കേട്ടില്ലേ ചെറിയമ്മാവൻ? ചായയുമായി വന്ന മൃദുല പറഞ്ഞു. അവൾ ട്രേയിൽ നിന്ന് ചായക്കപ്പെടുത്ത് ഡെയ്സിക്ക് നീട്ടി. ഞാൻ മൃദുല, ജയദേവന്റെ ചേട്ടത്തിയമ്മ. ഡെയ്സി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൾക്ക് അപ്പോഴും ആശയക്കുഴപ്പം മാറിയിരുന്നില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫിലിപ്പ് സാർ ഇങ്ങോട്ട് ചോദിച്ചോളൂ, മൃദുല പറഞ്ഞു. ഈ ഡോക്ടറാണ് അനിയൻ കുഞ്ഞിനെ ചികിത്സിച്ചത്. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡോക്ടർക്ക് നല്ലോണം അറിയാം. എനിക്കെന്താ സംശയം? നിങ്ങൾ പറയുന്നത് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിലും ഹരികൃഷ്ണനെയും മൃദുലയെയും അറിയുന്നവരാരും ഇങ്ങനെയൊരു കാര്യത്തിൽ നിങ്ങളെ സംശയിക്കില്ല. അതും എനിക്ക് ഉറപ്പുണ്ട്. ഫിലിപ്പ് സാർ എന്ന് വിളിക്കപ്പെട്ട മനുഷ്യൻ സ്വർണ്ണക്കണ്ണടയൂരി പോക്കറ്റിൽ നിന്നെടുത്ത കർച്ചീഫ് കൊണ്ട് തുടച്ചു. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഞാനായിട്ട് കൊണ്ടുവന്ന ഒരാലോചന. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യനായിട്ട് വേർപിരിക്കരുതെന്ന ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാനൊരു പഴഞ്ചനായി പോകും. വിവാഹമോചനം എന്നൊക്കെ പറയുമ്പോൾ ഡെയ്സി മിഴിച്ചിരുന്നു. രാജിന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോളുടെ ക്ലാസ്മേറ്റാ. അവളെപ്പോലെ തന്നെ ഞാൻ കരുതിയിട്ടുള്ള കുട്ടിയാണ്. അതും പറയണം. അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു. സാറ് പറയുന്നത് കേട്ടാൽ തോന്നും നമ്മളാണ് ആദ്യം കേസ് കൊടുത്തതെന്ന്. വക്കീൽ ഇടപെട്ടു. അവരല്ലേ ആദ്യം വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചത്? അതും എത്ര നിസ്സാരമായ, എത്ര ചൈൽഡിഷായ കാരണങ്ങൾ. ഒത്തുതീർപ്പിന് ഞങ്ങൾ ശ്രമിച്ചില്ലെന്നാണോ സാർ വിചാരിക്കുന്നത്? ചെറിയമ്മാവൻ ഇടയ്ക്ക് കയറി. ഈ ഞാനും ഭാര്യയും കൂടി എത്രയോ തവണ ആ വീട്ടിൽ പോയിരിക്കുന്നു. അവർ ഞങ്ങളെ ആട്ടിയിറക്കുക പോലും ഉണ്ടായി. അറിയോ സാറിന്? അദ്ദേഹത്തിൻ്റെ സ്വരം ഇടറി. അനിയൻ കുഞ്ഞ് ഇതിനും മാത്രം എന്ത് തെറ്റാ ചെയ്തേ? അല്ലെങ്കിൽ ഞങ്ങളെന്താ ചെയ്തേ? ആ കുട്ടി പറയട്ടെ. ഹരി ശോഭമടക്കി. എൻ്റെ അനിയൻ്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ വയ്യെങ്കിൽ വേണ്ട. അവൻ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കാം, ഒഴിഞ്ഞുകൊടുക്കാം. പക്ഷേ കൊല്ലാൻ ശ്രമിക്കുകയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ? ഹരിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു. കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു കേട്ടുകേൾവിയല്ലേ ഹരി? രാജിയുടെ ബ്രദേഴ്സ് ഗുണ്ടകളൊക്കെയാണ്. പക്ഷേ ജയദേവനോട് അവരങ്ങനെ പെരുമാറാൻ ഒരു സാധ്യതയുമില്ല. ഡോക്ടർ പറയൂ, എന്തായിരുന്നു അനിയൻ കുഞ്ഞിൻ്റെ സ്ഥിതി ആ ആശുപത്രിയിൽ വരുമ്പോൾ? പെട്ടെന്ന് ഹരി ഡെയ്സിയുടെ നേരെ തിരിഞ്ഞു. ഡെയ്സി ചായക്കപ്പിൽ മുറുകെ പിടിച്ചു. ക്രിറ്റിക്കലായിരുന്നു. അവൾ പറയാൻ ശ്രമിച്ചു. ഡോക്ടർ പറയൂ,
ആ അറ്റംപ്റ്റ് ശരിക്കും മർഡർ അറ്റംപ്റ്റ് ആയിരുന്നില്ലേ? ഹരി ചോദിച്ചു. അങ്ങനെ തോന്നുന്നു. കണ്ടില്ലേ? ഹരി ഊർജ്ജസ്വലനായി. ചികിത്സിച്ച ഡോക്ടറാണ് പറയുന്നത്. ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു കേട്ടാൽ ഫിലിപ്പ് സാറിന് വിശ്വാസം വരുമല്ലോ. അതുകൊണ്ടാണ് ഡോക്ടർ വരുന്നെന്നറിഞ്ഞപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു വരുത്തിയത്. കിതച്ചിട്ടെന്നതുപോലെ ഹരി നിർത്തി. ദിസ് ഈസ് ടു മച്ച് സർ. നമുക്ക് സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. ഡെയ്സി ആ കിതപ്പ് ഒരു വേവലാതിയോടെ ശ്രദ്ധിച്ചു. ഹരി ഇങ്ങനെ ടെൻസ്ഡ് ആകാതെ. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. അങ്ങനെ വിചാരിക്കാം. ഇതിപ്പോൾ രാജിക്ക് ഡിവോഴ്സ് ചെയ്തേ തീരൂ. ജയദേവൻ സമ്മതിക്കുന്നില്ല. അതല്ലേ വാസ്തവം. ജയദേവനെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതൊന്നുമാവില്ല. വെറുതെ ഒന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാവും. അറിയില്ലേ രാജിയുടെ ഫാദറിൻ്റെ സ്വഭാവം? സാറിങ്ങനെ പിന്നെയും പിന്നെയും അവരെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരണത്. ഹരി ശോഭിച്ചു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് പോയി. എന്താ അതിനും മാത്രം പ്രശ്നം ഇവിടെ ഉണ്ടായത്? അനിയൻ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായത്? അവരെന്താ പരസ്പരം അറിയാത്തോരാ? അല്ലല്ലോ. ഈ പ്രപ്പോസൽ കൊണ്ടുവന്ന ശേഷം എത്രയോ വർഷം കഴിഞ്ഞാണ് കല്യാണം നടന്നത്. അതുവരെ ഈ 2 വീട്ടുകാരും എത്ര അടുപ്പത്തിലാ കഴിഞ്ഞിരുന്നത്? എല്ലാം ഒരു ദിവസം കൊണ്ട് മറക്കാന്ന് വെച്ചാൽ. ദേ വെറുതെ BP കൂട്ടണ്ടട്ടോ. മൃദുല പിന്നിൽ നിന്ന് ഹരിയെ തോണ്ടി. നീ ഇതിലിടപെടേണ്ട മൃദു. ഡിവോഴ്സ് വേണ്ടെന്ന് പറയണത് അവൻ്റെ മര്യാദ, അവൻ്റെ നല്ല മനസ്സ്. അത് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ. അതിനെ ഇങ്ങനെ കൊല്ലിക്കാൻ നോക്കുകയോ ചെയ്യേണ്ടത്? ഒരു കൊക്കയിൽ മറിച്ചിട്ട് കൊല്ലാൻ തക്കോണം എന്തു പാവമാണ് എൻ്റെ അനിയൻ അവരോട് ചെയ്തത്. വധശ്രമത്തിന് കേസ് കൊടുക്കാം, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ പറഞ്ഞു. വക്കീലിന് അതൊക്കെ പറയാം. അനിയൻ കുഞ്ഞ് ഇതൊന്നും കേൾക്കണ്ട, മൃദുല പറഞ്ഞു. ഡെയ്സി പതിയെ എഴുന്നേറ്റു. അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. അപ്രതീക്ഷിതമായി എന്തൊക്കെ അടികൾ. ഡെയ്സിക്ക് അവിടെയിരിക്കാൻ വല്ലായ്മ തോന്നി. എനിക്ക് പോകാൻ തിടുക്കമുണ്ട്. ജയദേവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. സോറി ഡോക്ടർ. മൃദു, ഡോക്ടറെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകൂ. വരൂ, മൃദുല വിളിച്ചു. ഡോക്ടർക്ക് പേടിയായോ അവിടുത്തെ കോലാഹലം കണ്ടിട്ട്? കുറേ വർഷമായിട്ട് അതിവിടെ പതിവാ. വഴക്കോട് വഴക്ക്. എന്നാലും എവിടെ എത്തുമില്ല. പടി കയറുമ്പോൾ മൃദുല പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഡെയ്സി പറഞ്ഞു. മനസ്സിലാക്കാൻ ഒന്നുമില്ല. അനിയൻ കുഞ്ഞിനെതിരെ രാജിയുടെ ആളോള് കേസ് കൊടുത്തിരിക്കുക. അനിയൻ കുഞ്ഞ് അത് സമ്മതിക്കാത്തതിന് ഇപ്പോൾ വധശ്രമം, അത്രയുള്ളൂ. എന്നാൽ പിന്നെ സ്റ്റേണായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാമെന്ന് വെച്ചാൽ അനിയൻ കുഞ്ഞ് സമ്മതിക്കുകയുമില്ല. അവർ സങ്കടത്തോടെ ചിരിച്ചു. പിന്നെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇക്കാര്യം അവനോട് പറയണ്ട, അല്ലെങ്കിൽ തന്നെ ആളാകെ അപ്സെറ്റാ. മൃദുല ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡെയ്സിയുടെ മനസ്സ് മൂകമായി. ജയദേവൻ്റെ മുറിവാതിൽക്കൽ ചെന്നപ്പോൾ അവൾക്ക് അധൈര്യവും വർദ്ധിച്ചു. മുറിക്കുള്ളിൽ ജയദേവൻ ചാരിക്കിടന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. അനിയൻ കുഞ്ഞെ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ, മൃദുല വിളിച്ചു. ജയദേവൻ തലചരിച്ച് താല്പര്യമില്ലാതെ നോക്കി. ഡെയ്സിയുടെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ വിടർന്നു. മുഖത്തൊരു ചിരി പരന്നു. അപ്പോഴേക്ക് താഴെ നിന്ന് ഹരിയുടെ വിളി പിന്നെയും ഉയർന്നു. മൃദു, ഞാൻ ദാ വരണു. മൃദുല തിരക്കിട്ട് താഴേക്കോടി. ഡെയ്സി ചലനമറ്റ് വാതിൽക്കൽ പിടിച്ച് അതേ നിൽപ്പു നിന്നു. ജയദേവൻ അവളെ നോക്കി ചിരിച്ചു. ചക്രവർത്തിനി എന്ന പാട്ടുപാടി. ഡെയ്സി വേഗം അകത്തേക്ക് കിടന്നു. അവൾക്ക് അതുവരെയുള്ള ഗ്ലാനി മാഞ്ഞ ചിരി പൊട്ടി. വരൂ വരൂ ഡെയ്സി. ജയദേവൻ ഷർട്ട് വലിച്ച് നേരെയിട്ടു. രോഗിയെ കാണാൻ വന്നിട്ട് പൊതിക്കെട്ടൊന്നുമില്ലേ കയ്യിൽ? ഓ, നല്ല പുരോഗതിയുണ്ടല്ലോ. ഡെയ്സി ചിരിച്ചു. ജയദേവൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം കട്ടിലിനരികിലെ ടീപ്പോയ്മേലേക്കിട്ടു. ഡെയ്സി അതിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഹൗ ടു നോ ഗോഡ്, ദീപക് ചോപ്ര. ഭക്തിമാർഗമായോ? ഡെയ്സി ചിരിച്ചു. ഏയ്, ഒരു തമാശ. കയ്യിലൊരു പുസ്തകമില്ലെങ്കിൽ ഈ വീട്ടിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അയാൾ താടി തടവി വാതിൽക്കലേക്ക് ശ്രദ്ധിച്ചു. ആ വന്ന കക്ഷിയുണ്ടല്ലോ, തീരെ ശരിയല്ല. അറക്കവാളാണ്. ഒരു 10 നാത്തൂന്മാരുടെ എഫക്റ്റാണ്. ഡെയ്സി ചിരിച്ചു. പിന്നെ വേറൊരാളുണ്ട്. അടുത്തൊരു മരണ വീട്ടിൽ പോയിരിക്കുന്നു. ഇപ്പോൾ വരും. ശ്രീദേവി കുഞ്ഞമ്മ. ജയദേവൻ ചിരിച്ചു. എൻ്റെ മാതാശ്രീ. എൻ്റെ അമ്മയായതുകൊണ്ട് പറയുകയല്ല. കാലത്തിന് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത പ്രതിഭയാണ്. നാക്കിനൊക്കെ എന്താ മൂർച്ച. ഇവിടെ ജീവിച്ചു പോകാൻ എളുപ്പമല്ല. ഡെയ്സി അലിവോടെ ചിരിച്ചു. അത് പോകട്ടെ, എങ്ങനെയുണ്ട് ആരോഗ്യം? കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ തന്നെ. ഡെയ്സി ഇരിക്കൂ. ഡെയ്സി അയാൾക്ക് അഭിമുഖമായി ഒരു കസേരയിലിരുന്നു. ഡെയ്സിയുടെ വിശേഷങ്ങൾ പറയൂ. കണ്ടിട്ട് ദിവസങ്ങളായില്ലേ? അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയൂ. ഡെയ്സിയുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി. ജയദേവൻ അത് ശ്രദ്ധിച്ചു. എന്താ ഡെയ്സി? ഡെയ്സി ചിരിക്കാൻ ശ്രമിച്ചു. ആശുപത്രിയിൽ വേറെന്തെങ്കിലും കുഴപ്പങ്ങൾ? ജയദേവൻ്റെ സ്വരത്തിൽ യഥാർത്ഥമായും ഒരു ഉത്കണ്ഠ നിറഞ്ഞിരുന്നു. പലതുമുണ്ട്. ഡെയ്സി സത്യം പറഞ്ഞു. ഓരോന്നായി പറയൂ.
ഏറ്റവും നിസ്സാരമായത് ആദ്യം. ജയദേവൻ ചിരിച്ചു. ഞാൻ ഈ കിടപ്പ് കിടക്കുന്നുവെന്ന് വിചാരിച്ചു വിഷമിക്കണ്ട. ഡെയ്സി ഒന്ന് മുരടനക്കി. എവിടെ നിന്നാണ് പറഞ്ഞു തുടങ്ങുക? ഡെയ്സി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നത് അത് വേറെന്തോ കാര്യമുണ്ടായിട്ടാണെന്ന് തോന്നി. വെറുതെ വന്നതാണോ? ജയദേവൻ ചോദിച്ചു. കാണാൻ തന്നെ. ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സത്യത്തിൽ ജയദേവനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ വേറെ ആരെയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ വേണ്ടതെന്ന് പറഞ്ഞു തരാൻ. അവളുടെ കൈകൾ തണുത്തു. ലേഖയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. പുതിയ ആശുപത്രിയിലേക്ക് മാറിയ ശേഷം എന്നെ കാണാൻ ഒരു പേഷ്യൻ്റ് വന്നു. ചെറുപ്പക്കാരിയാണ്. കാണാനൊക്കെ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ ആ കഥ പറഞ്ഞു. ലേഖ വന്നത്, പരിചയപ്പെട്ടത്, അത് കഴിഞ്ഞ് അവളുടെ ഭർത്താവ് വന്നത്. അവൾക്ക് സ്കിസോഫ്രെനിയ ആണെന്ന് അയാൾ പറഞ്ഞത്. അവൾ ഫോൺ ചെയ്ത് താൻ ഒരാളെ കൊന്നെന്ന് പറഞ്ഞത്. തന്നോടൊപ്പം ഒരു ദിവസം താമസിച്ചത്. അന്ന് ബീബാത്തുമ്മയുടെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞത്. തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അവൾ കണ്ണീരോടെ പറഞ്ഞത്. പറഞ്ഞു തീർന്നപ്പോൾ ഡെയ്സി കിതച്ചു. എന്തു വേണം ജയദേവൻ? ജയദേവൻ മിഴിച്ച കണ്ണുകളോടെ കേട്ടിരിക്കുകയായിരുന്നു. ഈ ചാക്കോച്ചൻ, അയാളാണ് ബീബാത്തുമ്മയെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തതെന്നോ? അയാൾ വിശ്വാസം വരാതെ ചോദിച്ചു. എന്തിന്? അവരുടെ മകൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മകൻ്റെ ശത്രുക്കൾ പറഞ്ഞിട്ട്. രണ്ടിലൊന്നെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ജയദേവൻ സാവകാശം താടി തടവി. IAS കണക്ഷനുള്ള ആരൊക്കെയോ ഇടുക്കിയിലുണ്ടെന്ന് അന്നൊക്കെ റൂമറുണ്ടായിരുന്നു. ഈ ചാക്കോച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ എങ്ങനെ? ആ കുട്ടി പാവം, അതിനൊന്നും അറിയില്ല. വലിയ കുടുംബത്തിൽ ജനിച്ചു. വീട്ടുകാർ നടത്തിക്കൊടുത്ത കല്യാണം കഴിച്ച ദിവസം മുതൽ ഉരുകിത്തീരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഡെയ്സിക്ക് ആ മുഖം ഓർത്തപ്പോൾ തന്നെ സങ്കടം വന്നു. എനിക്കതല്ല സംശയം. ആ കുട്ടി ഡെയ്സിയെ കാണാൻ വന്ന വിവരം അയാൾ അറിഞ്ഞു കാണുമോ? ജയദേവൻ്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. കാണുമായിരിക്കും. എങ്കിൽ സൂക്ഷിക്കണം. അവളെ കൊല്ലാൻ വരെ ശ്രമിച്ചേക്കും. ഡെയ്സിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ജീസസ്, പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, കരുതിയിരിക്കാൻ. ജയദേവൻ ആലോചിച്ചു. ഡെയ്സി വിഷമിക്കണ്ട. ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് ഞാൻ ആലോചിച്ച് പറയാം. ജസ്റ്റ് വെയിറ്റ് ഫോർ 2 days. ശരി, പിന്നെ വീട്ടിലെന്തൊക്കെ വിശേഷം? ഡെയ്സിയുടെ മുഖം കുറച്ചുകൂടി മ്ലാനമായി. അങ്ങനെ പോകുന്നു. ജയദേവൻ അവളെ കാരുണ്യത്തോടെ നോക്കി. അന്ന് വന്നിട്ട് എന്നെ കാണാൻ പറ്റാതെ പോയപ്പോൾ ഡെയ്സിക്ക് വിഷമമായോ? ഡെയ്സി മുഖം ചുവക്കാതിരിക്കാൻ പണിപ്പെട്ടു. ഏയ്, ഡെയ്സി വന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. ഡെയ്സിയാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. അയാളുടെ സ്വരത്തിൽ ആത്മാർത്ഥമായ ഒരു നിരാശയുണ്ടായിരുന്നു. വാസ്തവത്തിൽ അന്ന് ഞാൻ ഡെയ്സിയെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. ഡെയ്സിയുടെ ഹൃദയം ലേശം വിറച്ചു. എനിക്ക് ഒരാവശ്യമുണ്ടായിരുന്നു. പറഞ്ഞോളൂ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. പറയാനാണ് പ്രയാസം. ജയദേവൻ്റെ മുഖം മങ്ങി. ഡെയ്സിയുടെ തിരക്ക് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇത്രയൊക്കെ ആവശ്യപ്പെടാൻ പറ്റിയ അടുപ്പം ഡെയ്സിയോട് എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. എന്നാലും ഇങ്ങനെയൊരു കാര്യം ഏൽപ്പിക്കാൻ ആരെയാണ് സമീപിക്കുക എന്നാലോചിച്ചപ്പോഴാണ് അയാൾ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. സത്യത്തിൽ ഡെയ്സിയോടുള്ള അടുപ്പം എനിക്ക് ആരോടുമില്ല എന്നും മനസ്സിലായത്. ഡെയ്സിയുടെ മുഖം കുറച്ചുകൂടി ചുവന്നു. ബുദ്ധിമുട്ടാവുമോ? അയാൾ ചോദിച്ചു. എന്താണ് കാര്യമെന്ന് ഇതുവരെ പറഞ്ഞില്ല. അയാൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, ശരീരം ഇളക്കണ്ട, അവൾ പറഞ്ഞു. ജയദേവൻ തളർച്ചയോടെ വീണ്ടും ഇരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാതിൽക്കലേക്ക് നോക്കി. ഡെയ്സിക്ക് എന്നെക്കുറിച്ച് കാര്യമായൊന്നും അറിയില്ല. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ മോശമായാണ് പ്രതികരിച്ചതും. സോറി. അയാളുടെ സ്വരം വരണ്ടതായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഡയറിക്കുള്ളിൽ നിന്ന് അയാൾ ഒരു ഫോട്ടോ എടുത്തു. ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഡെയ്സി കോട്ടയം വഴി പോകണം. യൂണിവേഴ്സിറ്റിയിൽ ഒരാളെ ചെന്ന് കാണണം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയാണ് ക്വാർട്ടേഴ്സ്. കണ്ടുപിടിക്കാൻ പ്രയാസം വരില്ല. ഡെയ്സി അയാളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. ആരെയാണെന്ന് പറഞ്ഞില്ല. ജയദേവൻ മുഖത്ത് ചിരി വരുത്താൻ പണിപ്പെട്ടു. എൻ്റെ അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയെ? ഡെയ്സി സ്വയം അറിയാതെ ചോദിച്ചു. ജയദേവൻ മുഖം തിരിച്ചു. അയാളുടെ ശബ്ദം താഴ്ന്നു. അതെ. ഡെയ്സിയുടെ മുഖത്തെ ചുവപ്പ് നിറം എന്തുകൊണ്ടോ ഇപ്പോൾ വാർന്നുപോയി. അത്രയുള്ളൂ. അവളും ചിരിക്കാൻ പണിപ്പെട്ടു. ഞങ്ങൾ പിരിഞ്ഞു ജീവിക്കുകയാണ് ഡെയ്സി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞത് മുതൽ. ജയദേവൻ്റെ സ്വരം ദുർബലമായി. ഒരു പുരുഷൻ ദുർബലനാകുന്നതെപ്പോഴെന്ന് കാണുകയായിരുന്നു ഡെയ്സി. അയാൾ സ്നേഹിക്കുന്ന സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് നെഞ്ചിൽ ഒരു കല്ലെടുത്തു വെച്ചതുപോലെ തോന്നി. അത് മറയ്ക്കാൻ അവൾ ചിരിച്ചു. എന്താ പ്രയാസം? കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. കണ്ടുപിടിച്ച ശേഷമാണ് പ്രയാസപ്പെടേണ്ടത്. ജയദേവൻ്റെ ശബ്ദം താഴ്ന്നു തന്നെയിരുന്നു. ഡെയ്സിയൊന്ന് തുറന്നു സംസാരിക്കണം, കഴിയുമെങ്കിൽ. ജയദേവൻ്റെ കണ്ണുകൾ നനഞ്ഞതുപോലെ തോന്നി.
കഴിയുമെങ്കിൽ ചികിത്സിക്കണം. ചികിത്സിക്കാൻ പ്രേരിപ്പിക്കുകയെങ്കിലും. ചികിത്സിക്കാനോ? ഡെയ്സി മിഴിച്ചു. യെസ്, ഷീ നീഡ്സ് ഹെൽപ്പ്. ചികിത്സ വേണം. അവൾ പാവമാണ്. ഇപ്പോൾ ജയദേവന്റെ സ്വരം ഇടറിയിരുന്നു. കണ്ണുകൾ നനഞ്ഞെന്ന് തോന്നിയതല്ലെന്ന് ഡെയ്സി കണ്ടു. ശരിക്കും നനഞ്ഞിരുന്നു. ജയദേവന്റെ മുഖത്തു നോക്കിയിരുന്നപ്പോൾ അവൾക്ക് വല്ലാത്ത അലിവ് തോന്നി. താഴെ സ്വീകരണ മുറിയിൽ നടക്കുന്ന കോലാഹലങ്ങൾ അവൾ ഓർത്തു. ജയദേവൻ അതറിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്കും കണ്ണുകൾ നനഞ്ഞു. ഞാൻ പോകാം, ഡെയ്സി പറഞ്ഞു. മടക്കയാത്രയിൽ കോട്ടയത്തേക്കുള്ള വഴിയിൽ ഡെയ്സി കാറിന്റെ പിൻസീറ്റിൽ തല ചായ്ച്ച് കണ്ണുകൾ അടച്ചിരുന്നു. അവൾ ജയദേവനെക്കുറിച്ചോ രാജിയെക്കുറിച്ചോ ചിന്തിച്ചില്ല. തന്നെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ലേഖയെക്കുറിച്ചോ ഓർത്തില്ല. ഓർത്തത് സ്നേഹത്തെക്കുറിച്ചാണ്. വേറൊരാളുടെ കണ്ണ് നനയുമ്പോൾ ഹൃദയത്തിലൊരു മുറിപ്പാടുണ്ടാക്കുന്ന ഈ വികാരം എന്താണ്? ഇതിൻ്റെ പേരാണോ സ്നേഹം? ഡെയ്സിക്ക് ഹൃദയത്തിന് ഭാരമേറുന്നതുപോലെ തോന്നി. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും സ്നേഹം. അധ്യായം 24. ജയദേവൻ പറഞ്ഞത് ശരിയായിരുന്നു. കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. കവയത്രി, എഴുത്തുകാരി, പ്രശസ്തിയായ അധ്യാപിക. ഡെയ്സി അവരെ ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. എവിടെയൊക്കെയോ ആ പേര് വായിച്ചിട്ടുണ്ട്, മുഖം കണ്ടിട്ടുണ്ട്. പക്ഷേ കാണും മുൻപ് എത്രയൊക്കെ ആലോചിച്ചിട്ടും ഓർമ്മ വന്നില്ല. കണ്ടപ്പോൾ ഒറ്റനോട്ടത്തിൽ ഓർമ്മിക്കുകയും ചെയ്തു. നന്നായി വെളുത്ത ഒരു യുവതി. തൻ്റെ പ്രായമെന്ന് ഡെയ്സിക്ക് തോന്നി. ഡെയ്സിയേക്കാൾ കുറച്ച് ഉയരക്കുറവ്, ലേശം കൂടി തടിയുണ്ട്. വരച്ചു വെച്ചതുപോലെ പുരുകങ്ങൾ, നീണ്ടിടംപെട്ട കണ്ണുകൾ, അഴിച്ചിട്ട നീണ്ട മുടി. സുന്ദരി, ഗൗരവക്കാരി, ചില്ലിട്ടു വെച്ച ചിത്രം പോലെ ഒരു മുഖം. ചില്ല് തകർത്ത് ആ മുഖത്തേക്കോ കണ്ണുകളിലേക്കോ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഡെയ്സിക്ക് തോന്നി. വാതിൽക്കൽ നിൽക്കുന്ന ഡെയ്സിയെ രാജലക്ഷ്മി സൂക്ഷിച്ചു നോക്കി. ഡോക്ടർ ഡെയ്സി വർഗീസ്, അവർ ചോദിച്ചു. ഡെയ്സി അമ്പരന്നു പോയി. എങ്ങനെ മനസ്സിലായി? ഗൗരവം നിറഞ്ഞ ഒരു ചിരി രാജിയുടെ മുഖത്ത് വിരിഞ്ഞു. പത്രത്തിൽ പടം കണ്ടിരുന്നു. ഡെയ്സിയും ചിരിച്ചു. അത് പക്ഷേ കുറേ കാലം മുൻപല്ലേ? എനിക്ക് നല്ല ഓർമ്മയാണ്. ഒരിക്കൽ കണ്ട മുഖം, വായിച്ച പുസ്തകം ഒന്നും മറക്കില്ല. രാജി ഡെയ്സിയെ അകത്തേക്ക് ക്ഷണിച്ചു. വരൂ, ഞാനിവിടെ തനിച്ചാണ്. ഒരു ജോലിക്കാരിയുണ്ട്. അവർ ഇന്ന് വീട്ടിൽ പോയി. വൈകിട്ടേ വരൂ. ഞാനും തനിച്ചാണ്. ഡെയ്സി രാജിക്ക് പിന്നാലെ അകത്തേക്ക് നടന്നു. ക്വാർട്ടേഴ്സ് ഒരു പഴയ വീടായിരുന്നു. പുറത്തുനിന്ന് നോക്കിയപ്പോൾ അത് പെയിൻ്റടർന്നും അലങ്കോലപ്പെട്ടും പഴഞ്ചനായി തോന്നി. അകത്തെ മുറി പക്ഷേ മനോഹരമായിരുന്നു. വെള്ള നിറമടിച്ച ചൂരൽ കസേരകളിൽ വെള്ളയിൽ ചുവന്ന ഹൃദയം തുന്നിച്ചേർത്ത കുഷ്യനുകൾ, അടുക്കിവെച്ച പത്രങ്ങൾ, പുസ്തകങ്ങൾ, ഭിത്തിയിൽ പെയിന്റിങ്ങുകൾ, ടീപ്പോയിന്മേൽ വെള്ളിക്കമ്പികളിൽ തീർത്ത ഒരു മരം, കായകൾ പോലെ ചെറിയ വെള്ളിമണികൾ തൂങ്ങിക്കിടന്നു. നല്ല ഭംഗി. എവിടുന്ന് വാങ്ങിയതാണ്? ഡെയ്സി അതിൽ തൊട്ടുനോക്കി. വാങ്ങിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഡെയ്സി അത്ഭുതത്തോടെയും മതിപ്പോടെയും അവളെ നോക്കി. ഞാൻ വിചാരിച്ചത് രാജി എഴുത്തുകാരി മാത്രമാണെന്നാണ്. രാജി കണ്ണട മോതിരവിരൽ കൊണ്ട് സ്റ്റൈലിൽ മുഖത്തേക്ക് തള്ളി. വരയ്ക്കാറുണ്ട്. ഇത്തരം വിദ്യകൾ വേറെയും. ഈ പെയിന്റിങ്ങൊക്കെ എൻ്റേതാണ്. സമയം പോകണ്ടേ? ഡെയ്സിയും രാജിയും ഇരുന്നു. കുടിക്കാൻ ചായയാണോ? ഇപ്പോൾ ഒന്നും വേണ്ട, ഡെയ്സി പറഞ്ഞു. അവൾക്ക് ലേശം പതർച്ച അനുഭവപ്പെട്ടു. എങ്ങനെയാണ് തുടങ്ങുക? എവിടെ നിന്നാണ് തുടങ്ങുക? മുന്നിലിരിക്കുന്നത് ഒരു വെറും സ്ത്രീയല്ല, അസാധ്യ പ്രതിഭയുള്ള എഴുത്തുകാരി. ജയദേവനെപ്പോലെ ഒരാൾ, സ്വയം മറന്ന് സ്നേഹിക്കാൻ മാത്രം പ്രതിഭയുള്ള ഒരു സ്ത്രീ. അവരോട് ദൂതു പറയാൻ വന്നിരിക്കുകയാണ് താൻ. അതും ജയദേവന് വേണ്ടി. ആരാണ് ജയദേവൻ? തൻ്റെ മനസ്സിൽ അയാൾക്കുള്ള സ്ഥാനം ആലോചിച്ചപ്പോൾ ഡെയ്സിക്ക് ചുണ്ടും നാവും വരണ്ടു. എന്തൊരു കടുത്ത പരീക്ഷണം! പറഞ്ഞൊഴിയാമായിരുന്നു. എനിക്ക് പറ്റില്ല ജയദേവൻ, സമയമില്ല, മറ്റാരോടെങ്കിലും പറയൂ എന്ന് പറയേണ്ടതായിരുന്നു. കഴിഞ്ഞില്ല. ഡെയ്സിയോടല്ലാതെ വേറെ ആരോടും പറയാനില്ലെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തൻ്റെ മനസ്സ് ഇത്ര ദുർബലമാണല്ലോ എന്ന സങ്കടം തോന്നാതിരുന്നില്ല ഡെയ്സിക്ക്. ഞാൻ വന്നത്, ഡെയ്സി മുരടനക്കി. എനിക്ക് ഊഹിക്കാം. രാജി കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ നീണ്ട മുടി കസേരയുടെ കൈവഴി നിലത്തേക്ക് മുട്ടിക്കിടന്നു. എന്താണ് രാജി ഊഹിച്ചത്? ജയദേവൻ പറഞ്ഞിട്ട് വന്നതാണെന്ന്. രാജിയുടെ സ്വരം ശാന്തവും സാധാരണവുമായിരുന്നു. ഡെയ്സി ശരിക്കും മിഴിച്ചുപോയി. എങ്ങനെ മനസ്സിലായി? രാജി അല്പം വിഷാദത്തോടെ ചിരിച്ചു. അത് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? ഡെയ്സിയെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ജയദേവന്റെ ബൈലൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. പിന്നെ ഡെയ്സിയെപ്പോലെ ഒരു ഡോക്ടർ എന്നെ തേടി വരണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ വായനക്കാരിയാകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം കാണണം. എന്നെക്കൊണ്ട് എന്താവശ്യമാണ് ഡോക്ടർ ഡെയ്സിക്കുള്ളത്? അപ്പോൾ ഞാൻ ഊഹിച്ചു, ജയദേവൻ പറഞ്ഞിട്ട് തന്നെയാകണം.
ജയദേവന്റെ ഒരു മെസ്സഞ്ചർ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. രാജി വീണ്ടും കണ്ണട മോതിരവിരൽ കൊണ്ട് മൂക്കിന്മേലേക്ക് തള്ളി. ഡെയ്സിയെ കണ്ടിട്ട് കവിത വായിക്കുന്ന ഡോക്ടറാണെന്ന് തോന്നിയില്ല. ഡെയ്സി ചിരിച്ചു. ഇല്ല, രോഗങ്ങൾ കാലം ശരീരത്തിലെഴുതുന്ന ശോക കവിതകളാണ് എന്ന് എൻ്റെ ഒരു അധ്യാപകൻ പറയുമായിരുന്നു. ഞാൻ അതേ വായിക്കാറുള്ളൂ. ഡെയ്സി അവളെ ഇഷ്ടത്തോടെ നോക്കി. വെറുതെയല്ല ജയദേവൻ രാജിയെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ജയദേവന് രാജിയോടുള്ളത് സ്നേഹമല്ല. പെട്ടെന്ന് രാജിയുടെ ശബ്ദം കഠിനമായി. കാരുണ്യമാണ്, സഹതാപം. അതെനിക്ക് സഹിക്കാൻ വയ്യ. ഡെയ്സി വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? ഡെയ്സി വീണ്ടും അത്ഭുതപ്പെട്ടു. അതും പത്രത്തിൽ വായിച്ചതാണോ? രാജി തിരിഞ്ഞു നിന്ന് ചിരിച്ചു. ഷെർലക് ഹോംസ് പറയുന്നത് പോലെ എലമെന്ററി ഡോക്ടർ ഡെയ്സി. ഡെയ്സിയെപ്പോലെ ഒരു യുവതി ജയദേവനെപ്പോലെ ഒരു ചെറുപ്പക്കാരനു വേണ്ടി ദൂത് പറയാൻ വരണമെങ്കിൽ, അല്ല, വിവാഹിതയാണെങ്കിൽ അതിന് സാധ്യതയില്ല. ഭർത്താവ് സമ്മതിക്കില്ലല്ലോ. ഡെയ്സി ചിരിച്ചു. രാജി ഒരു ചെറിയ ഷെർലക് ഹോംസ് തന്നെ. രാജിയും ചിരിച്ചു. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഗൗരവം പടർന്നു. ഞാൻ പറഞ്ഞു വന്നത്, വിവാഹം കഴിക്കാത്ത ഡെയ്സിക്ക് വിവാഹിതരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകില്ല. ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. രാജിയുടെ മുഖം കഠിനമായി. സ്നേഹമാകാം, കാമമാകാം, പ്രേമമാകാം, പക്ഷേ സഹതാപം, കാരുണ്യം. അവൾ ഡെയ്സിയെ പരിഹാസത്തോടെ നോക്കി. അത് രാജലക്ഷ്മിക്ക് വേണ്ട. ഡെയ്സി സഹതാപത്തോടെ ചിരിച്ചു. ഇതുപോലെ സംസാരിക്കുന്ന ഒരു ഭാര്യയോട് ഭർത്താവിന് സഹതാപം തോന്നും. രാജി ഒന്ന് പകച്ചു. രാജലക്ഷ്മിയോട് ജയദേവന് എന്തിനാണ് സഹതാപം? രാജി പ്രസിദ്ധയാണ് ജയദേവനേക്കാൾ. രാജി ഇഷ്ടക്കേടോടെ ചിരിച്ചു. ദാമ്പത്യത്തിൽ പ്രസിദ്ധിക്ക് എന്തു കാര്യം? അവിടെ ആണും പെണ്ണുമേയുള്ളൂ. ഡെയ്സി എഴുന്നേറ്റു. രാജിയുടെ അരികിൽ ചെന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല രാജി. എന്താണ് പ്രശ്നമെന്ന് തുറന്നു പറയൂ. എന്തറിഞ്ഞിട്ടാണ് ഡെയ്സി എന്നെ കാണാൻ വന്നത്? രാജി മൂർച്ചയോടെ ചോദിച്ചു. കുറച്ചേ അറിയൂ. എനിക്ക് ജയദേവനോട് ഒരുപാട് കടപ്പാടുണ്ട്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും എനിക്ക് ജയദേവന്റെ സഹായം വേണ്ടിവരും. തിരിച്ച് എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടു. ഞാനത് സമ്മതിച്ചു. ഡെയ്സിയുടെ സ്വരത്തിൽ വേദന കലർന്നു. രാജി വിവാഹമോചനത്തിന് ശ്രമിക്കുന്നു. ജയദേവൻ എതിർക്കുന്നു. രാജിയുടെ വീട്ടുകാർക്ക് ഏതുവിധവും വിവാഹമോചനം കൂടിയേ തീരൂ. ജയദേവന് ഏതുവിധവും ഒന്നിച്ച് ജീവിച്ചേ തീരൂ. എനിക്ക് അറിയുന്നത് അത്രയേ ഉള്ളൂ. രാജി സഹതാപത്തോടെ ചിരിച്ചു. പിന്നെ നിങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട അടുപ്പമുണ്ടായിരുന്നു എന്നും അറിയാം. ജയദേവന്റെ മനസ്സിൽ രാജി മാത്രമേ ഉള്ളൂ എന്നും. എനിക്കാ ബഹുമതി വേണ്ടെങ്കിലോ? രാജി പകയോടെ ചിരിച്ചു. ജയദേവന് അയാളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഞങ്ങൾ ഒന്നിച്ചു പോകില്ല ഡെയ്സി. എന്തുകൊണ്ട്? അതൊന്നു പറയൂ, വിരോധമില്ലെങ്കിൽ. എന്തിനാണ് വിരോധം? ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. ശരിയാണ്, വിവാഹത്തിനു മുൻപ്. വിവാഹാലോചന വന്നതു മുതൽ വിവാഹം നടക്കുന്നതുവരെ. പക്ഷേ വിവാഹം കഴിഞ്ഞ ദിവസം രാജിയുടെ മുഖത്ത് കഠിനമായ ക്ഷോഭം പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് പറ്റില്ല ഡെയ്സി. എനിക്ക് ആ മനുഷ്യനോട് ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല. എന്നെ വെറുതെ നിർബന്ധിക്കരുത്. ഡെയ്സിക്ക് ആകാംക്ഷ തോന്നി. നിങ്ങൾ തമ്മിൽ ഒത്തുജീവിക്കാൻ കഴിയാത്തതുപോലെ ജയദേവനോ രാജിക്കോ എന്തെങ്കിലും ആരോഗ്യപ്രശ്നങ്ങൾ? രാജി കുറച്ചുകൂടി ഗൗരവം പൂണ്ടു. അവൾ കുറച്ചുനേരം നിശബ്ദത പാലിച്ചു. ജയദേവനോട് പോയി പറയൂ, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ദൂതരെ അയച്ച് പീഡിപ്പിക്കരുതെന്ന്. എൻ്റെ വിഷമങ്ങൾ ആ മനുഷ്യനറിയാം. എന്നിട്ടും എന്നെക്കൊണ്ട്. ഡെയ്സി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അവൾ പതിയെ രാജലക്ഷ്മിയുടെ ചുമലിൽ കൈവച്ചു. രാജിക്ക് സ്നേഹിക്കാൻ ഭയമാണല്ലേ? രാജിയുടെ മുഖം ചുവന്നു. സ്നേഹിക്കപ്പെടാനും അതേ ഭയമുണ്ട് അല്ലേ? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എന്താ അങ്ങനെ തോന്നാൻ? ഡെയ്സി ചിരിച്ചു. അതും മനസ്സിലാക്കാൻ ഷെർലക് ഹോംസ് ആകണ്ട. മുഖത്തു നോക്കിയാൽ മതിയാകും. ഈ കഠിനമായ ഭാവം, ഉള്ളിലുള്ള വല്ലാത്ത ആത്മവിശ്വാസക്കുറവ്. ജയദേവന് സ്നേഹമല്ല സഹതാപമാണ് എന്നുറച്ചു വിശ്വസിക്കാൻ മാത്രം തന്നെക്കുറിച്ച് വിശ്വാസമില്ലായ്മ. രാജി ഒന്നും മിണ്ടിയില്ല. ഡെയ്സിക്ക് അവളോട് സഹതാപം തോന്നി. ഞാനൊരു സത്യം പറയട്ടെ. ജയദേവൻ രാജിയോടല്ല സഹതാപം കാണിക്കുന്നത്. രാജി ജയദേവനോടാണ്. രാജി കണ്ണടയ്ക്കിടയിലൂടെ നീണ്ട കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ ആകെ പരിഭ്രമിച്ചതുപോലെ തോന്നി. ശരിയല്ലേ? രാജി നീണ്ട കണ്ണുകൾ മിഴിച്ചു തുറന്ന് ഡെയ്സിയെ നോക്കി. ഡെയ്സി സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ചിരിച്ചു. ഈ ഒഴിഞ്ഞുപോകലും ഓടിയൊളിക്കലും ഇത് വാസ്തവത്തിൽ ജയദേവനോടുള്ള സഹതാപം കൊണ്ടാണ്. ശരിയല്ലേ? രാജി മുഖം കുനിച്ചു. വിരോധമില്ലെങ്കിൽ തുറന്നു പറയൂ, എന്താണ് പ്രശ്നം? രാജി വാക്കുകൾ കണ്ടെത്താൻ പണിപ്പെടും പോലെ നിന്നു. ഡെയ്സി സാവകാശം അവളുടെ താടി പിടിച്ചുയർത്തി. ജയദേവൻ രാജിയെയും
രാജി ജയദേവനെയും സ്നേഹിക്കുന്നു. ജയദേവന് രാജിയില്ലാതെ ജീവിക്കാൻ വയ്യ. അതാണ് വാസ്തവം. ആ വാസ്തവത്തിൽ നിന്ന് രാജിക്ക് ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. രാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. ഡെയ്സി പറഞ്ഞത് ശരിയാണ്. എനിക്ക് സഹതാപമാണ്. പക്ഷേ അത് ജയദേവനോടല്ല, എന്നോട് തന്നെ. രാജി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഡെയ്സിയെ നോക്കി. എനിക്ക് ഒരു ഭാര്യയാകാൻ കഴിയില്ല ഡെയ്സി. ഡെയ്സി നെറ്റിച്ചുളിച്ചു. ശാരീരികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ? രാജി വേദനയോടെ ചിരിച്ചു. ശാരീരികമോ മാനസികമോ എനിക്കറിയില്ല. സ്നേഹിച്ചിരുന്ന കാലത്ത്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന കാലത്ത് എനിക്കതറിയില്ലായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ ആ ചിത്രം പാടെ മാറി. ഞാനും ജയദേവനും വലിയ പരാജയങ്ങളായി. എനിക്കെന്തോ ആ മനുഷ്യന്റെ സാമീപ്യം ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. രാജി നിസ്സഹായതയോടെ ഡെയ്സിയെ നോക്കി. ശരിയാണ്, ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ വയ്യ. ഒരു വല്ലാത്ത മടുപ്പ്. അയാൾ അടുത്തു വരുന്നതോ എന്നെ തൊടുന്നതോ എനിക്കിഷ്ടമല്ല. ഒന്നിച്ച് ഒരു മുറിയിൽ കതകടയ്ക്കുമ്പോൾ ഞാൻ ആകെ അസ്വസ്ഥയാകുന്നു. ഞാൻ സ്നേഹിച്ച ജയദേവനല്ലാതെ എനിക്ക് ഈ ജയദേവനെ സ്നേഹിക്കാൻ കഴിയില്ല. ഡെയ്സി മിഴിച്ചു നിന്നുപോയി. രാജിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവൾ ചെറുതായി വിതുമ്പി. ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ ജയദേവനോട് തുറന്നു സംസാരിച്ചതാണ്. പക്ഷേ ജയദേവന് എല്ലാം തമാശയും നിസ്സാരവുമായിരുന്നു. ഒക്കെ മാറും, നമ്മൾ നമ്മളെ വേണ്ടവിധം മനസ്സിലാക്കി കഴിയുമ്പോൾ എന്നു പറഞ്ഞു. എത്ര ദിവസം? ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച. 1 മാസം തികഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി. ഡെയ്സിയുടെ ഹൃദയം പടപടാ മിടിച്ചു. രാജിയുടെ സ്വരം ഇടർന്നുണ്ടായിരുന്നു. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് പിരിയണം. എനിക്ക് ഒന്നിച്ച് ജീവിക്കാൻ വയ്യ. അതേ പറഞ്ഞുള്ളൂ. എൻ്റെ വീട്ടുകാർ ജയദേവൻ്റെ കുഴപ്പമെന്ന് തെറ്റിദ്ധരിച്ചു. അത് മാറ്റാനൊന്നും ഞാൻ പോയില്ല. എങ്ങനെയും എനിക്ക് പിരിഞ്ഞു തീരൂ. എനിക്ക് ആ മനുഷ്യൻ്റെ കൂടെ കഴിയാൻ വയ്യ. വേറൊരാളാണെങ്കിൽ? ഡെയ്സി ചോദിച്ചു. വേറൊരാളാണെങ്കിൽ രാജിക്ക് ഒപ്പം ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? രാജി കുറച്ചു നേരം ആലോചിച്ചു. എനിക്കറിയില്ല. എനിക്ക് ജയദേവൻ്റെ കൂടെ താമസിക്കാൻ വയ്യ. ഡെയ്സി സഹതാപത്തോടെ അവളെ നോക്കി. നോക്കൂ രാജി, ഒരു തീരുമാനമെടുക്കും മുമ്പ് ആലോചിക്കണം. രാജിയും ജയദേവനും കുട്ടികളല്ല. നിങ്ങൾ മണ്ണപ്പം ചുട്ടു കളിക്കുകയുമല്ല. നിങ്ങൾ കളിക്കുന്നത് ജീവിതം കൊണ്ടാണ്. അടിച്ചു തകർക്കാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ? ഡെയ്സി സ്നേഹത്തോടെ അവളുടെ ചുമലിൽ കൈവച്ചു. നോക്കൂ, ഇതേ പ്രശ്നമുള്ള ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ലോകത്തുണ്ട്. ഇതിന് ചികിത്സയുമുണ്ട്. ഞാൻ പറയുന്നത്, രാജി ഒരു ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരൂ. നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കാം. ഏത് ഡോക്ടറെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. വേണ്ട, താങ്ക്സ്, രാജി പറഞ്ഞു. എനിക്ക് അസുഖമൊന്നുമില്ല. ഡെയ്സിക്ക് പെട്ടെന്ന് വാക്കുകൾ നഷ്ടപ്പെട്ടു. ഇനി അത് അസുഖമാണെങ്കിൽ തന്നെ ഞാൻ സഹിച്ചു. എനിക്ക് ഈ അസുഖം ഇഷ്ടമാണ്. രാജി മുഖം തുടച്ചു. ഡെയ്സിയെ നോക്കി ചിരി വരുത്തി. ഡെയ്സിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഡെയ്സിക്ക് പെട്ടെന്ന് ക്ഷോഭം വന്നു. ഉണ്ട്, അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇതിലും ഭേദം രാജി ജയദേവനെ കൊല്ലുകയാണ്. അവൾ പേഴ്സെടുത്ത് പോകാൻ തിരിഞ്ഞു. രാജി അവളെ കൗതുകത്തോടെ നോക്കി. ഡെയ്സിക്ക് ജയദേവനോട് പ്രേമമാണല്ലേ? ഡെയ്സി പെട്ടെന്ന് ചുവന്നു. അല്ലെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാ? ആണെന്ന് എനിക്കറിയാം. ഡെയ്സിയുടെ മുഖത്ത് അത് എഴുതി വച്ചിട്ടുണ്ട്. രാജി ചിരിച്ചു. അയാൾക്ക് ഡെയ്സിയെപ്പോലെ ഒരു സ്ത്രീ തന്നെയാണ് നല്ലത്. ഡെയ്സിക്ക് പെട്ടെന്ന് അരിശം വന്നു. എനിക്ക് കല്യാണം ആലോചിക്കാനല്ല ഞാൻ വന്നത്. നിങ്ങളുടെ കല്യാണം തകരരുത് എന്ന് പറയാനാണ്. ഡെയ്സി പോകാൻ തിരിഞ്ഞു. രാജി ഒന്നുകൂടി ആലോചിക്കണം. തിരിച്ച് ക്വാർട്ടേഴ്സിൽ ചെന്നപ്പോൾ ഡെയ്സിക്ക് കരച്ചിൽ വന്നു. എന്തൊക്കെ സങ്കടങ്ങൾ! ഓരോ വശത്തു നിന്നും ഓരോന്ന്. രാത്രി ജയദേവൻ വിളിച്ചു. കണ്ടോ? കണ്ടു. പക്ഷേ അവളെങ്ങനെ തടിച്ചിട്ടുണ്ടോ? അയാളുടെ സ്വരത്തിലെ സ്നേഹവും പ്രേമവും ഡെയ്സി തിരിച്ചറിഞ്ഞു. ക്ഷീണിച്ചിട്ടില്ല. എന്തു പറഞ്ഞു? ഡെയ്സിക്ക് പെട്ടെന്ന് തളർച്ച തോന്നി. ഏയ്, അതേ നിലപാട്. ഡെയ്സി വിചാരിച്ചാൽ മാറും. പറഞ്ഞു മാറ്റിയെടുക്കണം. ഡെയ്സി ഹതാശിയായി. ഞാനോ? എനിക്കിത് പറയാൻ വേറെ ആരുണ്ട് ഡെയ്സി? ഡെയ്സി തളർന്നു. ആ തളർച്ചയിൽ അവൾ ഏറെ നേരം പ്രാർത്ഥിച്ചു. ജയദേവനും രാജിക്കും വേണ്ടി, ബീബാത്തുമ്മയ്ക്കും സൈറയ്ക്കും വേണ്ടി, ജാസ്മിനും അലക്സിനും വേണ്ടി. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നതുപോലെ ഒരു തോന്നൽ അവളെ അലട്ടി. പ്രാർത്ഥനയ്ക്ക് ശേഷവും അവൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നില്ല. എപ്പോഴോ കണ്ണടഞ്ഞ നേരത്ത് തന്നെയാണ് വാതിൽക്കൽ മുട്ടുകേട്ടത്. ഡോക്ടറെ, ഒരു എമർജൻസി. അറ്റൻഡർ തോമസിന്റെ വിളി കേട്ട് ഡെയ്സി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഒന്ന് വേഗം വാ ഡോക്ടറെ. ഒരു പെണ്ണിനെ കുറെ പേരുകൂടി. അയാൾക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ഡെയ്സി തിരക്കിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി.
കാഷ്വാലിറ്റിയിൽ ജയദേവൻ കിടന്നിരുന്ന അതേ ടേബിളിൽ ഒരു സ്ത്രീരൂപം ഡെയ്സി കണ്ടു. ജയദേവനെ കണ്ടപ്പോഴെന്ന പോലെ അവൾ ആ സ്ത്രീയേതെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അത് ലേഖയായിരുന്നു. ഡെയ്സിക്ക് തല ചുറ്റി. അധ്യായം 25. ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു ലേഖ. അവൾക്ക് ബോധം വീഴാൻ മണിക്കൂറുകളെടുത്തു. ബോധം വീണപ്പോൾ പുലർച്ചയോടടുത്തിരുന്നു. തുടിക്കുന്ന ഹൃദയവുമായി ഡെയ്സി അവൾക്ക് കാവലിരുന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഡെയ്സിക്ക് വേദനിച്ചു. സുന്ദരമായ വെളുത്ത മുഖം നിറയെ പാടുകളായിരുന്നു. കൂർത്തും മുനയുള്ള എന്തോ കൊണ്ട് വരഞ്ഞതുപോലെയുള്ള മുറിവ്. ശരീരത്തിലുടനീളം ചോര കട്ടപിടിച്ച മുറിപ്പാടുകൾ. വാഴത്തണ്ട് പോലെ മിനുത്ത് മെലിഞ്ഞ കൈത്തണ്ടയിൽ പ്ലാസ്റ്റിക് കയർ ഇറുക്കിക്കെട്ടിയതിൻ്റെ വലിഞ്ഞു പൊട്ടിയ പാടുകൾ. ഡെയ്സിക്ക് അവളെ നോക്കുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിൽ വയറ്റിൽ നിന്നുയർന്ന് തൊണ്ടയിൽ മുട്ടിത്തിരിഞ്ഞു. ജീസസ്! ഇവൾ കണ്ണു തുറക്കുമ്പോൾ ഞാനിവളെ എങ്ങനെ നേരിടും? എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? പുലർച്ചെ പെട്ടെന്നൊരു ദിവസം ഒരാർത്തനാദത്തോടെ ലേഖ കണ്ണു തുറന്നു. ചാടി എഴുന്നേറ്റ് ഡ്രിപ്പ് ഘടിപ്പിച്ചിരുന്ന സ്റ്റാൻഡ് വലിച്ച് താഴെയിട്ട് പുറത്തേക്കോടി. ലേഖേ, നിൽക്കു കുട്ടി! ഡെയ്സി പിന്നാലെ ഓടി. അവളുടെ കയ്യിൽ നിന്ന് ഡ്രിപ്പ് വലിഞ്ഞിളകി ചോര പൊട്ടിയൊലിച്ചു. പെട്ടെന്ന് കാലുകളിടറി ലേഖ നിലത്തു വീണു. ഡെയ്സിയും സിസ്റ്റർ രാജശ്രീയും ചേർന്ന് അവളെ താങ്ങി. ലേഖേ, എന്താ ഇത്? ഡെയ്സി സങ്കടത്തോടെ ചോദിച്ചു. പേടിക്കാതെ, ലേഖ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവരെന്നെ കൊല്ലും. അയാളെൻ്റെ ചോര കുടിക്കും ഡോക്ടർ. അവൾ ചോരയൊലിക്കുന്ന കൈകൾ കൊണ്ട് ഡെയ്സിയെ കെട്ടിപ്പിടിച്ചു. റിലാക്സ്. ഡെയ്സി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നേരം വെളുത്തു. ലേഖയെ ICUവിലേക്ക് മാറ്റി. പിന്നീട് മറ്റൊരു മുറിയിലേക്കും. രാവിലെ കുരുവിള ജേക്കബ് വന്നു. പരിഭ്രാന്തനായിട്ടായിരുന്നു വരവ്. അതെ ഡെയ്സി, നമ്മുടെ ആശുപത്രിയിൽ ഒരു പെണ്ണിനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലയോ? അതിനെ അങ്ങ് പറഞ്ഞു വിട്ടേര്. ഏത് പെണ്ണ്? ഇതെന്നാ ചോദ്യമാ? ഇന്നലെ രാത്രിയിൽ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നില്ലയോ? ആ പെണ്ണ് തന്നെ. പറഞ്ഞു വിടാനോ? ഡെയ്സിക്ക് ക്ഷോഭം തോന്നി. ഇങ്ങനെ ആശുപത്രി നടത്താതിരിക്കുന്നതാണ് കുരുവിള സാറിന് നല്ലത്. രോഗികളെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവന്നാലുടൻ ഡിസ്ചാർജ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയൊരു ആശുപത്രിയുടെ ആവശ്യമില്ല. എന്നെപ്പോലെ ഒരു ഡോക്ടറുടെ ആവശ്യവുമില്ല. ഡോക്ടർ എന്നാ ഒരു ബോധമില്ലാതെ സംസാരിക്കുന്നേ? ഇത് നിസ്സാര കാര്യമാണോ? ഈ പെണ്ണിനെ അന്വേഷിച്ച് പത്രക്കാരും ടിവിക്കാരും വരത്തില്ലയോ? ഇത് പിന്നെ ആശുപത്രിക്കൊരു ബാഡ് മാർക്കാകും. രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് ആശുപത്രിക്കെന്ത് ബാഡ് മാർക്ക്? ഡെയ്സി ശോഭിച്ചു. എന്നെക്കൊണ്ട് വയ്യ ഇങ്ങനെ സ്റ്റെത്തും തൂക്കിയിട്ട് നടക്കാൻ. മുതലാളി തന്നെ വാതിൽക്കലിരുന്ന് ആരെ ചികിത്സിക്കണം, ആരെ ചികിത്സിക്കണ്ട എന്ന് തീരുമാനിച്ച് അവരെ മാത്രം ഇങ്ങോട്ട് കയറ്റിവിട്ടാൽ മതി. ഡെയ്സിയുടെ ശബ്ദം ദൃഢമായി. ഏതായാലും ഞാൻ അഡ്മിറ്റ് ചെയ്ത രോഗിയാണ്. അവളുടെ രോഗം മാറാതെ ഞാൻ പറഞ്ഞുവിടുന്ന പ്രശ്നമില്ല. ഇതാണെങ്കിൽ ബില്ല് കിട്ടില്ലെന്ന പേടിയും വേണ്ട. വളരെ സമ്പന്ന കുടുംബത്തിൽ നിന്നാണ്. ഓ, എല്ലാവരും കൂടെ എന്നെ കുളം തോണ്ടി പിച്ചപ്പാളി എടുപ്പിക്ക്. കുരുവിള ദേഷ്യപ്പെട്ട് നടന്നുപോയി. ഡെയ്സിക്കും ദേഷ്യം വന്നു. ഓരോ ദിവസവും അവൾക്ക് സഹനശക്തിയുടെ സീമ തകരുന്നതുപോലെ തോന്നുകയായിരുന്നു. 10 മണിയായപ്പോൾ കുരുവിള പിന്നെയും വന്നു. ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? അറിയിച്ചിട്ടുണ്ട്, ആരെങ്കിലും വരും. ഡെയ്സി ആ ഫോൺ നമ്പർ ഒരു നേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു, വിളിച്ചു പറയാൻ. പക്ഷേ ആരും എത്തിയിരുന്നില്ല. പെട്ടെന്ന് ഡെയ്സിക്ക് ചെറിയ ആശങ്ക തോന്നി. ഇനി ആരും വന്നില്ലെങ്കിലോ? ഭർത്താവ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള അക്രമമാണെങ്കിലോ? ഡെയ്സിക്ക് വല്ലാത്ത പരിഭ്രമവും ഭയവും തോന്നി. ഈ സംഭവം എങ്ങനെയൊക്കെയോ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുമെന്ന് തോന്നൽ. ഉച്ചയായപ്പോഴേക്ക് മറ്റു രോഗികളുടെ തിരക്കായി. ഡെയ്സി ഇടയ്ക്കൊക്കെ ലേഖയുടെ വിവരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. 1:30 മനോജിൻ്റെ ഫോൺ വന്നു. ഡെയ്സി, ഒന്നിവിടെ വരെ വരൂ. ഡെയ്സിക്ക് അരിശമാണ് വന്നത്. അല്ലെങ്കിൽ തന്നെ വാലിന് തീ പിടിച്ച സ്ഥിതിയാണ്. അതിനിടയിൽ അയാളുടെ ശൃംഗാരം. എന്നാലും അവൾ ചെന്നു. മുറി വാതിൽ കടന്ന് അകത്ത് ചെന്നപ്പോൾ അവൾ അല്പം പരിഭ്രമിച്ചു. മുറിയിൽ ജാസ്മിനും അലക്സും. ഡെയ്സി അവരെ മാറി മാറി നോക്കി. വരൂ ഡെയ്സി, ഇരിക്കൂ. വിളിച്ചതെന്തെന്നാണെന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഡെയ്സി ലേശം ഈർഷ്യയോടെ പറഞ്ഞു. പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നു. യെസ്, എളുപ്പം വിട്ടേക്കാം. മനോജ് മേശവലിപ്പ് തുറന്ന് 5 നോട്ടുകെട്ടുകൾ എടുത്തു. 1000 രൂപയുടെ 5 കെട്ടുകൾ. 5 lakhs. മനോജ് അവ മേശപ്പുറത്ത് വെച്ചു. ഡെയ്സിക്ക് വേണ്ടി ഞാനിത് ഇവർക്ക് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടിയോ? ഡെയ്സി അമ്പരന്നു. യെസ്, ഡെയ്സിയുടെ കടം ഞാൻ തീർക്കുന്നു. എൻ്റെ കടമോ? ഡെയ്സിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി. അലക്സ് ആ നോട്ടുകെട്ടുകൾ അപ്പോഴേ എടുത്തു ബാഗിൽ വെച്ചു. അലക്സ്, വരട്ടെ. ഡെയ്സി പറയാൻ തുടങ്ങി. ചേച്ചി ഒന്നും പറയണ്ട. ജാസ്മിൻ പെട്ടെന്ന് ഇടപെട്ടു. ആരെങ്കിലും നല്ല മനസ്സോടെ സഹായിച്ചാലും ചേച്ചി എന്തിനാ ഇടയ്ക്ക് കയറുന്നത്? ഡെയ്സിയുടെ മുഖം ചുവന്നു. ഡെയ്സി പോയിക്കോളൂ.
പേഷ്യൻസിനെ വിഷമിപ്പിക്കണ്ട. മനോജ് ചിരിച്ചു. അയാളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഡെയ്സിക്ക് ഒരേ സമയം വെറുപ്പും ഈർഷ്യയും തോന്നി. എന്തു ഭാവിച്ചാണ് ഇയാൾ? പണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയിട്ട് ഞാൻ പോകാം. ഏതായാലും ഇത്രയുമായില്ലേ? ഡെയ്സി പറഞ്ഞു. ഈ തുക ഞാൻ നിങ്ങൾക്ക് തന്നു തീർക്കേണ്ടതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ആണെങ്കിൽ അതെങ്ങനെ തന്നു തീർക്കും എന്നതിന് വ്യവസ്ഥ വേണം. ഇപ്പോൾ എനിക്ക് 35,000 രൂപ ശമ്പളം തരുന്നുണ്ട്. ഇവരുടെ കല്യാണം നടത്തിയ വകയിൽ മാസം ഒരു നല്ല തുക മാസം തോറും പിടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കഷ്ടിച്ച് ചിലവിനുള്ളതേ കിട്ടുന്നുള്ളൂ. ജാസ്മിൻ്റെയും അലക്സിൻ്റെയും മുഖമിരുണ്ടു. ഇത് മാസം തോറും ശമ്പളത്തിൽ നിന്ന് പിടിക്കാനാണെങ്കിൽ എത്ര വെച്ചെന്നും എത്ര കാലത്തേക്കെന്നും വ്യക്തമാക്കണം. ഡെയ്സിയുടെ ശബ്ദം ശക്തമായി. ഇത് ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നില്ല, പോരെ? പോരാ. അങ്ങനെ വെറുതെ 5 ലക്ഷം രൂപ എനിക്ക് തരാൻ മാത്രം എന്തു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? ഡെയ്സിയുടെ മുഖം ചുവന്നു. അലക്സ്, ആ പണം നിങ്ങൾക്ക് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ എൻ്റെ ഉത്തരവാദിത്വത്തിൽ വേണ്ട. അവൾ അവരെ നോക്കി തലയുയർത്തിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എന്തൊരു തലവേദന! ഒരിക്കലും അഴിയാത്ത കുരുക്കുകൾ. ഓരോന്നു കഴിയുമ്പോൾ അടുത്തത്. മുറിയിലെത്തിയപ്പോൾ സിസ്റ്റർ ഷീല വന്നു. ഡോക്ടറെ, ആ പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കളാരെങ്കിലും എത്തിയോന്ന് കുരുവിള സാറ് അന്വേഷിച്ചു. ഡെയ്സി അറിയാതെ തലയിൽ കൈവച്ചു പോയി. ആരും വന്നില്ല അല്ലേ? ഇതുവരെയില്ല. ഡെയ്സി ഡയറി എടുത്ത് ലേഖയുടെ വീട്ടിൽ നമ്പർ കറക്കി. ഹലോ, ലേഖയുടെ വീടല്ലേ? അപ്പുറത്തുനിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേട്ടു. അല്ല. ഫോൺ ഡിസ്കണക്റ്റായി. ഡെയ്സി സ്തബ്ധയായിപ്പോയി. ആരും വരില്ലെന്ന് പെട്ടെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ലേഖയ്ക്ക് ഇനി ബന്ധുക്കളില്ല, വീടില്ല, ആരും വരില്ല. ഇനി ലേഖയ്ക്ക് ഈ ലോകത്ത് ഒരാളേയുള്ളൂ, ഡെയ്സി. ഡോക്ടർ ഡെയ്സി വർഗീസ്. ആരുമില്ലാത്ത ഒരുവൾ. ഡെയ്സിക്ക് ചിരി വന്നു. വേദനയുടെ പാരമ്യത്തിൽ മനുഷ്യർ ചിരിക്കുന്ന ചിരി. വൈകിട്ട് ആശുപത്രിയിൽ 2 പോലീസുകാർ വന്നു. ഡോക്ടറെ, ആ പെണ്ണിൻ്റെ സ്ഥിതി എങ്ങനാ? ഒന്നും പറയാറായിട്ടില്ല. സെഡേറ്റീവ് കൊടുത്തിരിക്കുകയാണ്, ഡെയ്സി പറഞ്ഞു. റേപ്പാണോ? ഡെയ്സി ഒന്നും പറഞ്ഞില്ല. പരിശോധിച്ചോ? ഉറപ്പാണോ? ഒരാളാണോ ഒരുപാട് പേരുണ്ടോ? കുറച്ചു പ്രായം ചെന്ന പോലീസുകാരൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് പറ ഡോക്ടറെ. അത് പേഷ്യൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കൂ, ഡെയ്സി പറഞ്ഞു. അവൾ മുറിയിലേക്ക് മടങ്ങി. പോലീസുകാരൻ ഇഷ്ടക്കേടോടെ ഡെയ്സിയെ നോക്കി. ഇതാ ശവപ്പെട്ടി പറയിച്ചൻ്റെ മോളല്ലയോ? ചെറുപ്പക്കാരൻ ഡെയ്സിയെ ഒന്ന് നോക്കി. അതെ, ഇതാ മറ്റേ വാർത്തയുണ്ടാക്കിയ ഡോക്ടർ. ഡോക്ടർ വാർത്തയുണ്ടാക്കിയേ അടങ്ങൂ. പോലീസുകാർ മുറുമുറുത്തുകൊണ്ടുപോയി. 1 മണിക്കൂറിനകം സ്ഥലത്തെ ഒരു കുപ്രസിദ്ധ സായാഹ്ന പത്രത്തിൻ്റെ ലേഖകൻ വന്നു. നമ്മുടെ ചാക്കോച്ചൻ്റെ ഭാര്യയെ ആരാണ്ട് റേപ്പ് ചെയ്തെന്ന് വാർത്തയുണ്ടായിരുന്നല്ലോ. അയാൾ ഒരു പച്ചച്ചിരി ചിരിച്ചു. ഡെയ്സിയുടെ അടുത്ത് ചെന്നു. ആരുടെ വാർത്ത? അല്ല ഡോക്ടറെ, അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നു. അത് അവരോട് ചോദിക്കണം. ഡെയ്സി മുഖം കൊടുക്കാതെ അകത്തേക്ക് പോയി. പക്ഷേ അവൾ പരവശിയായിരുന്നു. സംഗതികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അവൾക്കൊരു ധാരണ കിട്ടി. ഒരു വല്ലാത്ത ഊരാക്കുടുക്കാണിത്. തനിക്ക് ആരും കാണില്ല സഹായത്തിന്. ലേഖയ്ക്കും. ആ വെപ്രാളത്തിൽ ഡെയ്സി ജയദേവനെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് താൻ ജയദേവനെയാണ് വിളിച്ചതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് തന്നെ. ജയദേവൻ. ഡെയ്സിയുടെ സ്വരം പെട്ടെന്ന് തളർന്നു. ഞാൻ ഡെയ്സിയാണ്. എനിക്ക് വല്ലാത്ത പ്രോബ്ലം. ലേഖയെക്കുറിച്ച് ഡെയ്സി തനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു. എന്താ വേണ്ടത് ജയദേവൻ? പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ലോക്കൽ പോലീസിൽ വേണ്ട. ഒരു കാര്യം ചെയ്യാം. ഞാൻ SP യെ വിളിച്ച് കാര്യം പറയാം. അദ്ദേഹം അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. അരമണിക്കൂറിനകം വേറെ 2 പോലീസുകാർ ആശുപത്രിയിലെത്തി. SP അയച്ചിട്ട് വന്നതാണെന്നറിഞ്ഞപ്പോൾ ഡെയ്സി അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അവൾ ലേഖയുടെ അടുത്ത് ചെന്നു. ലേഖ ചെറിയ മയക്കത്തിലായിരുന്നു. അമ്മച്ചി, അവൾ ദീനതയോടെ വിളിച്ചു. ഡെയ്സിക്ക് പെട്ടെന്ന് സങ്കടം തോന്നി. ഒരു ചെറിയ പെൺകുട്ടി അമ്മച്ചിയെ വിളിക്കുന്നു. അവളുടെ മുറിവുകൾക്ക് അലിവും കനിവും തേടി. ക്വാർട്ടേഴ്സിൽ പോയി കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ഭക്ഷണവും കഴിച്ചിട്ട് ഡെയ്സി തിരികെ എത്തി. രാത്രി മുഴുവൻ ലേഖയ്ക്കരികിൽ അവളുണ്ടായിരുന്നു. പിറ്റേന്നും ലേഖയെ തേടി ആരും വന്നില്ല. ലേഖ കണ്ണു തുറന്നു. അവൾക്ക് ബോധം പഴയ നിലയിലായിരുന്നു. കണ്ണു തുറന്ന് ഒരു മരവിച്ച മുഖത്തോടെ അവൾ ചുമരിലേക്ക് നോക്കിക്കിടന്നു. ഡെയ്സി ആ മുഖത്തേക്ക് നോക്കി. ഒരു കുഞ്ഞിൻ്റെ ലാളിത്യവും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്ന മുഖം. ദൈവം ഇവളെ എത്ര സുന്ദരിയായാണ് സൃഷ്ടിച്ചതെന്ന് ഡെയ്സി ചിന്തിച്ചു. എന്തിനായിരുന്നു അത്? ഇതുപോലെ ഒരുപാട് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നേരിടാനോ? ഡെയ്സി അവൾക്കരികിലിരുന്ന് പതിയെ നെറുകയിൽ തലോടി. അന്ന് പകൽ ജയദേവൻ വിളിച്ചു. കാര്യങ്ങൾ അന്വേഷിച്ചു. ലേഖയുടെ ബന്ധുക്കളാരും വന്നിട്ടില്ലെന്നറിഞ്ഞപ്പോൾ
ജയദേവൻ അല്പം ആശങ്കാകുലനായി. ബുദ്ധിമുട്ടാവും ആ കുട്ടിയുടെ കാര്യം, അയാൾ പറഞ്ഞു. ഡെയ്സിക്കും. എനിക്ക് എന്നും ബുദ്ധിമുട്ടുകളല്ലേ? ഡെയ്സി ചിരിച്ചു. ഇത് അതുപോലെയല്ല ഡെയ്സി. അയാൾ 1-2 നിമിഷങ്ങൾ നിശബ്ദനായി. അന്ന് രാജിയെ കണ്ടപ്പോൾ അല്ല, അവൾ ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലെന്നാണോ പറഞ്ഞത്? ഡെയ്സിയും നിശബ്ദയായി. അവൾക്ക് പെട്ടെന്ന് ഒരു മറുപടി കിട്ടിയില്ല. അത് എന്തോ വളരെ ഡീപ്പ് റൂട്ടഡായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഡെയ്സി വളരെ ശ്രദ്ധിച്ചു പറഞ്ഞു. എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ? അയാളുടെ സ്വരം കുറച്ച് ഇടറിയിരുന്നു. ഡെയ്സി ഒന്നും പറഞ്ഞില്ല. എനിക്കറിഞ്ഞുകൂടാ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന്. എൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോയി. പക്ഷേ ഇപ്പോഴും അവൾ പോയെന്ന് എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. പെട്ടിയും ബാഗുമായി പോയ അവൾ തിരിച്ചു വരുമെന്ന് എന്നും രാവിലെ ഞാൻ വിചാരിക്കും. അങ്ങനെ വിശ്വസിക്കും. ഡെയ്സിക്ക് സങ്കടം തോന്നി. വിശ്വാസം രക്ഷിക്കട്ടെ ജയദേവൻ. പിന്നൊരു ഗ്ലാഡ് ന്യൂസ്. പെട്ടെന്ന് അയാൾ പറഞ്ഞു. എന്താണ്? ഞാൻ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യും. ഓ, നടക്കാറായോ? അല്ലാതെ രക്ഷയില്ല. ജയദേവൻ ചിരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് എപ്പോൾ വരും? അടുത്ത ഞായറാഴ്ച. ഒരു ഭീഷണിയേയുള്ളൂ. ശ്രീദേവി കുഞ്ഞമ്മ മകനെ ശുശ്രൂഷിക്കാൻ വരുന്നുണ്ട്. അതാണ് ആകെയുള്ള ഭീഷണി. ഫോൺ വെച്ചപ്പോൾ ഡെയ്സിക്ക് പെട്ടെന്നൊരു തണുപ്പ് തോന്നി. ജയദേവൻ വരുന്നു. തൻ്റെ ആരുമല്ല, രാജിയുടെ ഭർത്താവ്. പെട്ടിയും ബാഗുമായി അവൾ വരുന്നത് കാത്തിരിക്കുന്നയാളാണ്. എന്നാലും വെറുതെ സന്തോഷിക്കാം, ഡെയ്സി വിചാരിച്ചു. ഒരാൾ വരുന്നതിലും പോകാതിരിക്കുന്നതിലും സന്തോഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? അടുത്ത ഭാഗം നാളെ.